ഹരി ഓം. എല്ലാ സാധകർക്കും ഗുരുപദം 7-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അശോകൻജി, നമ്മൾ കഴിഞ്ഞ 2 ഭാഗങ്ങൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കവും സത്യാഗ്രഹം നടന്നപ്പോൾ ഉണ്ടാവുന്ന കുറേ സംഭവ വികാസങ്ങളും ഇതെല്ലാം നമ്മൾ സംസാരിച്ചു. അത് നമ്മൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത്, വൈക്കം സത്യാഗ്രഹ സമയത്ത് ആ കാലഘട്ടത്ത് സാമൂഹികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടുമുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതിന് ശേഷം എന്താണ് സംഭവിച്ചത്? രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നമസ്കാരം. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് 1931 ഗുരുവായൂർ സത്യാഗ്രഹം, ഇതിൽ നിന്നും പ്രചോദനം നേടിയിട്ടാണ്. പിന്നെ പാലക്കാട് കൽപ്പാത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്, അഗ്രഹാരം ഉണ്ട്. അഗ്രഹാരത്തിൻ്റെ അവിടെ കൂടെ വഴി നടക്കാനും പറ്റില്ലായിരുന്നു. അതിലേ വഴി നടക്കാൻ വേണ്ടി ആര്യസമാജത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ഈഴവ യുവാക്കൾ തയ്യാറായി. മൃഗീയ മർദ്ദനമായിരുന്നു. പക്ഷേ ആര്യ സമാജം വളരെ ശക്തമായി ഇടപെട്ട് അതേ വഴിയിലൂടെ അവരെ നടത്തിച്ചു. തുടർന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള സുചീന്ദ്രൻ ക്ഷേത്രത്തിലും പ്രവേശനമില്ലായിരുന്നു, അവിടെയും സമരം. അപ്പം നാട്ടിൽ സഞ്ചാരത്തിന് വേണ്ടിയും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയും ഒരു ശക്തമായ പ്രതിഷേധം ഉടലെടുത്തു. ഇത് ഉടലെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആര്യസമാജത്തിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ആരെന്നറിയാലോ. അപ്പോൾ ഇതുപോലുള്ള സമൂഹത്തിലെ ഉന്നതന്മാരാണ് അധംകൃത വർഗത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങിയത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ജാതി വ്യവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ ജാതി വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ ഇതൊക്കെ ഏത് സാഹചര്യത്തിൽ വന്നു, കേരളത്തിൽ ഇത് വരാനുണ്ടായ സാഹചര്യമെന്ത്. ഇതൊരു ഹിന്ദു ധർമ്മത്തിൻ്റെ വകയായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒട്ടാകെ കാണണമായിരുന്നു. ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു. ആ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ജാതി എന്ന വാക്കിനർത്ഥം ജനനം എന്നർത്ഥമുണ്ട്, ഗോത്രം, കുലം, വർഗം, ഇങ്ങനെ പല അർത്ഥങ്ങൾ ഇതിനുണ്ട്. പിന്നെ ജാതി മരമുണ്ട്, ജാതി മരം എന്ന് പറഞ്ഞ ഒരു ജാതി മരമുണ്ട്. പിച്ചക എന്നൊരർത്ഥമുണ്ട്. ഇങ്ങനെ പല ജാതിക്ക് പല അർത്ഥമുണ്ട്. ഈ ശബ്ദം സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൽ ഉള്ള ഒരു മനുഷ്യരെ ഇങ്ങനെ വിഭജിക്കുന്ന തരത്തിലുള്ള വാക്കെന്ന് പറയുന്നു. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇനി നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാതിക്ക് സമാനമായിട്ട് ഒരു വാക്കില്ല, ദ്രാവിഡ ഭാഷയിലൊരു വാക്കില്ല. അപ്പോൾ ഏതാണോ സംസ്കൃതത്തിലുള്ള ജാതി, അതിന് അതേപടി ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ഭാഷകൾ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു. ഇവിടെ ജാതിക്കൊരു വാക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങേക്ക് മനസ്സിലാകും, അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അത്തരത്തിലൊരു വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിന് സമാനമായ അങ്ങനെ പല വാക്കുകളും വരാറുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒലിവ് ഓയിൽ,
ഇതിൻ്റെ മലയാളം നമ്മൾ ഒലിവ് എണ്ണ എന്നാണ് പറയുന്നത്. ഒലിവിന് വാക്കില്ല. പുട്ട് ഇംഗ്ലീഷിലോട്ട് പോകുമ്പോൾ ഈ അടുത്ത കാലം വരെ സ്റ്റീം കേക്ക് എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലും അതിനെ പുട്ടെന്ന വാക്കിനെ അവർ സ്വീകരിച്ചു. ഈ ഭാഷയുടെ പ്രത്യേകത ഇതാണ്. ചില പ്രദേശത്ത് ഉള്ള ഒരു മരമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കോ ആ പ്രദേശത്തുണ്ടെങ്കിൽ അതിന് കാണും, മറ്റൊരു പ്രദേശത്തില്ലെങ്കിൽ അതിനൊരു വാക്ക് കാണില്ല. ഒലിവ് മരം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പണ്ടേ അതിനൊരു പേര് ഉണ്ടാകാതിരുന്നത്. ചില നമ്മൾ പഠിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട്. ചില മരത്തിൻ്റെ പേരുകൾ കുട്ടികൾ മലയാളത്തിൽ ആവശ്യപ്പെടും. മലയാളത്തിൽ ആവശ്യപ്പെടുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വാക്കാണ് ഒലിവ്. പക്ഷെ അത് ഇപ്പോൾ മലയാളത്തിൻ്റെ വാക്ക് പോലെ ആധുനിക കാലത്തങ്ങ് ആയിപ്പോയി. ഈ ഒലിവിൻ്റെ മലയാളം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഭാഷ ഉണ്ടായ കാലത്ത് ഈ ഒലിവ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനൊരു മലയാള ശബ്ദവും കാണുമായിരുന്നു. ഈ ജാതി മത വിദ്വേഷം നമുക്കില്ലാതാക്കണമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നത് മായണം. അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു മന്നത്ത് പത്മനാഭൻ എന്നൊരു ശബ്ദം ഉച്ചരിച്ചു. സവർണ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു. വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഇന്ന് നായർ സമൂഹം ഇങ്ങനെ നിലനിൽക്കാൻ, ഹിന്ദു സമൂഹം ഇവിടെ നിലനിൽക്കാൻ കാരണം അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം 1878 ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇട്ടുകൊടുത്ത പേര് പത്മനാഭ പിള്ള എന്നാണ്. ഇദ്ദേഹം വലുതായപ്പോഴും മന്നത്ത് അദ്ദേഹത്തിൻ്റെ തറവാടാണ്. മന്നത്ത് പത്മനാഭ പിള്ള എന്നാണ് അറിഞ്ഞിരുന്നത്. ഇദ്ദേഹം സംഘടന നായർ സർവീസ് സൊസൈറ്റിയൊക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും അദ്ദേഹം വിട്ടു നിൽക്കുകയും പിന്നീട് എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ ഹിന്ദു മണ്ഡൽ പ്രതിനിധി സഭ ഒരുക്ക കൂടി. അതെനിക്ക് തോന്നുന്നു 1950 1950 തോന്നുന്നില്ല, 1950. ആ സഭയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ജാതി സമൂഹത്തിൻ്റെ ഇതിൽ നിന്നും നീചമായ ഒരു പ്രവൃത്തിയാണ്, ഇതിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അത് അന്ന് അവിടെ വെച്ച് പറയുന്നു, എൻ്റെ പേരിൽ ഇനി പിള്ള ഉണ്ടാവില്ല, എൻ്റെ പേരിൽ ഇനി പിള്ള എന്നൊരു സ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെയാണ് അദ്ദേഹം മന്നത്ത് പത്മനാഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഇത് നമുക്ക് ഈ സമൂഹത്തിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു രാഷ്ട്രീയക്കാരനും ഇന്നുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. ഇപ്പോൾ ഉദാഹരണം പറയാമെങ്കിൽ ചില പാർട്ടികളുടെ നേതാക്കളുടെ പേര് വലിയ അവർ അവർണ വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന പല നേതാക്കന്മാരുടെയും പേരിനോടൊപ്പം ജാതിപ്പേര് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, കൃഷ്ണപിള്ള, ഇങ്ങനെ പോകുന്നു ആ ബൃഹത്തായ പട്ടിക. അവർക്കാർക്കും സ്വന്തം പേരിനോടൊപ്പമുള്ള ജാതിപ്പേര് കളയാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥാനത്താണ് മന്നത്ത് പത്മനാഭ പിള്ള സ്വന്തം പേരിനോടുള്ള ജാതി എടുത്ത് മാറ്റുന്നത്. കേരളത്തിലെ ജാതി വ്യവസ്ഥ കൂടുതൽ ആചാരബദ്ധവും കർക്കശവുമാണ്. നമ്മളത് ഭാരതത്തിൽ മൊത്തം ജാതി വ്യവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതാണ് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം ഹിന്ദു മതത്തിലുള്ളതാണ് എന്നൊരു ധാരണ ഇവിടെ പരത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവ വികാസമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇന്ന് കേരളവുമായി ബന്ധപ്പെട്ട് 1-2 സംഭവങ്ങൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സൂചിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് അടിയുറച്ച് പോകാൻ കാരണം? 1-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും ഇവിടെ ജാതി എന്നൊരു സമ്പ്രദായമില്ലായിരുന്നു. അതായത് ഇപ്പോൾ 21-ാം നൂറ്റാണ്ട്, 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടെ ജാതിക്ക് നമ്മുടെ കേരളത്തിൽ ദക്ഷിണേന്ത്യയുടെ ഏതാണ്ട് ഭാഗങ്ങളിൽ ജാതി എന്നൊരു സമ്പ്രദായമേ ഇല്ലായിരുന്നു. അപ്പോൾ എവിടെ നിന്ന്
ഈ ജാതി വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ജാതി വ്യവസ്ഥ കേരളത്തിൽ ആരാണ് കൊണ്ടുവന്നത്? അതിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ചിലർ പറയുന്നു പരശുരാമനാണ് കൊണ്ടുവന്നത്. ജാതി വ്യവസ്ഥ പരശുരാമൻ കൊണ്ടുവന്നു എന്നാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നു ഇത് ശങ്കരാചാര്യരാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജാതി നിർണയം. അതിൽ 64 ജാതികളെക്കുറിച്ച് ഒരു ശ്ലോകമുണ്ട്. ജാതി നിർണയം എന്ന പുസ്തകം ഗുരുദേവനും എഴുതിയിട്ടുണ്ട്, ജാതി നിർണയം എന്ന് പറഞ്ഞു. പക്ഷെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് സംസ്കൃതത്തിൽ കാണുന്ന ജാതി നിർണയം ശങ്കരാചാര്യരല്ല എഴുതിയത്. ഏതോ നമ്പൂതിരി ശങ്കരാചാര്യരെ കരുവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ പേരിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ എനിക്കും ഇത് പണ്ഡിതമതമാണ്. എനിക്കും തോന്നുന്നു അതിനാണ് സാധ്യത. ശങ്കരാചാര്യർ ഒരു അദ്വൈതവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ചെറിയ ജാതി ചിന്തകൾ ഉണ്ടായിരുന്നു. പിന്നീടുള്ള രചനകളിൽ നോക്കുമ്പോൾ ആ ജാതി ചിന്തകൾ, അതിൻ്റെ കാരണമൊക്കെ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശങ്കരാചാര്യർ ഇത്തരത്തിലൊരു പുസ്തകം എഴുതാൻ സാധ്യതയില്ല. ഇനി മറ്റൊന്ന്, നമ്മുടെ പരശുരാമനാണ് എഴുതിയെങ്കിൽ പരശുരാമൻ കേരളത്തിൻ്റെ മാത്രം സ്വന്തമല്ല. അത് നമ്മൾ ഓർക്കണം. പരശുരാമൻ്റെ കഥയെന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ, നേപ്പാള്, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അവിടെ എല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പരശുരാമൻ. അങ്ങനെയുള്ള പരശുരാമനാണ് ഈ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചതെങ്കിൽ അത് എപ്രകാരം കേരളത്തിൽ മാത്രം നിലനിൽക്കും? കേരളത്തിലെ ഈ പരശുരാമനെ ഉപയോഗിച്ച് ആരോ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ ഹൈജാക്ക് ചെയ്യുക, അങ്ങനെ എന്തോ ഒരു വാക്കാണ്, ഹൈജാക്ക് ചെയ്തിരിക്കുക. കാരണം എന്ത് വന്നാലും പരശുരാമൻ കേരളം സൃഷ്ടിച്ചു, പരശുരാമൻ ജാതി വ്യവസ്ഥ കൊണ്ടുവന്നു, പരശുരാമൻ ബ്രാഹ്മണനായിരുന്നു, അങ്ങനെയല്ലേ നമ്മൾ കേൾക്കുന്നത്, ബ്രാഹ്മണനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേറെ ചില ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായി ജനിച്ച ഈ പരശുരാമൻ ഒരിക്കെ മഹർഷി ജമദഗ്നി പറഞ്ഞപ്പോൾ തൻ്റെ അമ്മയെ വെട്ടിക്കൊന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മയുടെ ജീവൻ വേണമെന്ന് പറഞ്ഞു, ജീവൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അത്ഭുത കഥകളുമായി പരശുരാമൻ്റെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ അദ്ദേഹം കേരളം സൃഷ്ടിച്ചില്ല എന്ന വാദത്തിനോടോ ഞാൻ വിയോജിക്കുന്നില്ല. കാരണം അദ്ദേഹം കേരളം സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ വിശ്വാസമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മഴു എടുത്തെറിഞ്ഞാൽ അവിടെ ഭൂമി മാറും എന്ന ഒരു വിശ്വാസം എനിക്കില്ല. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കടൽ കേരളത്തിൽ നിന്നും മാറിയത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ദിവ്യശക്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് ബ്രാഹ്മണത്വവുമായി ബന്ധപ്പെടുത്തിയെടുത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. കാര്യം പണ്ടത്തെ മഹർഷിമാർക്ക് ആർക്കും തന്നെ ഒരു ജാതിയില്ല. അതുകൊണ്ടാണല്ലോ അവർ മഹർഷിയാവുന്നത്. അവർക്കൊരു ജാതിയോ അവർക്കൊരു മതമോ ഇല്ല. അവർ ഹിന്ദുമതത്തിൻ്റേതല്ല. അവർ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഉടമ എന്ന രീതിയിൽ അവരിവിടെ ജീവിച്ചിരുന്നു. അന്നിവിടെ മറ്റ് മതക്കാരും ഇല്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു ഹിന്ദു എന്നോ അങ്ങനെ ഒന്നും നമുക്കവരെ പറയാൻ പറ്റില്ല. ഇനി ജൂതന്മാർ, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ജൂതന്മാർ, അതുപോലെ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അവരുടെ കൈവശമുള്ള ചെമ്പ് തകിടുകൾ പിൽക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനികൾ ഇവിടെ 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ ചരിത്രകാരന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ തന്നെ
പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉള്ള കാരണത്താൽ, പ്രത്യേകിച്ച് ചില മസാലകൾ, അതായത് കുരുമുളക്, അതുപോലുള്ള ഗ്രാമ്പു, ഏലം, ഇതൊക്കെ തണുപ്പ് പ്രദേശത്തുള്ളവർക്ക് വലിയ ഇഷ്ടമാണ്. ഇതിവിടെ ഉണ്ടെന്നറിഞ്ഞത് കൊണ്ട് തന്നെ വിദേശികൾ പണ്ടുകാലം തൊട്ട് തന്നെ കേരളത്തിൽ വന്നും പോയി നിന്നു. അപ്പോൾ ഈ മതവിശ്വാസികൾ അന്നേ ഒരു പക്ഷേ 1-2 പേരിവിടെ ഉണ്ടാകാം, വ്യാപകമായ രീതിയിൽ അവരില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ ചെമ്പ് പട്ടയങ്ങളിൽ നിന്ന് ഇവിടെ 7 പ്രധാനപ്പെട്ട ജാതിയും പിന്നെ മറ്റുള്ള ജാതിക്കാരും അല്ലാത്ത കുറച്ച് ജാതിക്കാരും ഉള്ളതായിട്ട് നമുക്ക് കാണുന്നു. അതിൽ ഒന്നാമത്തെ ജാതി ബ്രാഹ്മണരാണ്. അവർ പന്നിയൂർ ചോകുരം ഗ്രാമത്തിലെ നമ്പൂതിരിമാരായിരുന്നു. പന്നിയൂർ ചോകുരം ഗ്രാമത്തിലെ നമ്പൂതിരിമാരെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ജാതി എന്ന് പറയുന്നത് അറുന്നൂറും എന്നൊരു ജാതി ഉണ്ടായിരുന്നു. അപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ഇവർ നായന്മാരാകാം, 600 നായന്മാരാകാമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ജാതി എന്ന് പറയുന്നത് വെള്ളാളറാണ്. പിന്നെ വാണികർ 4-5 ചെട്ടികൾ. ആറാമത്തെ ജാതി ഈഴവറാണ്. 7 ഐങ്കുടി കമാളർ എന്ന് പറയും. ഐങ്കുടി കമാളർ എന്ന് പറയുമ്പം ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, ചെമ്പോട്ടി, ഇത്രയും പേര് ചേരുന്നതാണ് ഈ ഐങ്കുടി കമാളർ. ഇനി ഒരു ജാതി എന്ന് പറയുന്നത്, അത് ഈ പുസ്തകത്തിൽ മാത്രമേ കാണുന്നുള്ളൂ, ഇലക്കയർ ജാതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ഇന്ന് കാണുന്ന ഈഴവ സമൂഹം ശ്രീലങ്കയിൽ നിന്നും വന്നവരാണ്. ആ ശ്രീലങ്കയിൽ നിന്നും വന്നപ്പോൾ ഇവരവിടെ വളരെ, ഇത് ചരിത്രകാരന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ശ്രീലങ്കയിൽ നിന്നും ഈഴവ സമുദായം ഇവിടെ വരുന്നത് ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിലാണ് പറയുന്നത്. അവരവിടെ വളരെ മാന്യമായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്കവിടെ അടിമകളുണ്ടായിരുന്നു. അവരിങ്ങോട്ട് വന്നപ്പോൾ അവരുടെ അടിമകളും കൂടെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ആ അടിമകളെയാണ് ഇലകയർ എന്ന ഇതിൽ അറിയപ്പെടുന്നത്. പിന്നെ മണ്ണ. ഇത്രയും ആണ് ഈ സുറിയാനികളുടെയും അതുപോലെ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെമ്പ് തകിടിൽ അന്ന് കേരളത്തിലെ ജാതികൾ എഴുതി വെച്ചിരിക്കുന്നത് കാണും. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഏതാണ്ട് നായർ സമൂഹത്തിൻ്റെ വീട്ടുജോലികളും, അതായത് അവരുടെ ഊഴിയം എന്ന വാക്കിന് ജോലി ചെയ്യണം, കൂലിയില്ല, കള്ളുചെത്ത്, ഉൽപ്പാദനം, അതൊക്കെ പിന്നീട് സൂചിപ്പിക്കാം. ഇങ്ങനെ കഴിഞ്ഞ ഒരു ജാതി മറ്റൊരിടത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, മാന്യമായ നിലയിൽ കഴിഞ്ഞിരുന്നു. ഇവിടെ വന്നപ്പോൾ അവർ അമാന്യരായി, എന്ന് വെച്ചാൽ സമൂഹത്തിൽ താഴ്ന്ന വർഗമായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഏതൊരു വിഭാഗം ആൾക്കാരും എവിടെയൊക്കെയാണോ അവർക്ക് സംഘടിക്കാൻ കഴിയുന്നത്, സംഘടിത ശക്തിയാകുന്നത്, അവർ കുറച്ച് ആൾക്കാരെ പിടിച്ച് താഴ്ത്തിക്കെട്ടും. അതുകൊണ്ടാണല്ലോ ഈഴവർക്ക് അവിടെ അടിമയുണ്ടാകാനുള്ള സാധ്യത. ഒരുപക്ഷെ വിരോധാഭാസമാകാം. അതേ സമുദായത്തിലാണ് ഗുരുദേവൻ ജനിക്കുകയും തൻ്റെ പൂർവികർക്ക് അടിമയുണ്ടായിട്ടും ജാതീയമായിട്ട് കുറേ ആൾക്കാരെ താഴ്ത്തിക്കെട്ടിയിട്ടും, അവിടെ മാത്രമല്ല ഇവിടെ വന്നപ്പോഴും അവർക്ക് ഈ ഈഴവർ അനേകം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ അന്യജാതിക്കാരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതൊക്കെ പിന്നീട് ഇതിൻ്റെ പിന്നാലെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഗുരുദേവൻ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, എവിടെയാണോ കുറച്ച് ആൾക്കാർ തങ്ങളുടെ കയ്യിൽ അധികാരമുള്ളത്, ആ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടും. ആ സാഹചര്യം അല്ലെങ്കിൽ അതേ സമുദായത്തിലാണ് ഗുരുദേവൻ ജനിക്കുകയും, ഞാൻ എന്നെ തിരുത്തുന്നു, ഗുരുദേവൻ അവതരിക്കുകയും ഇതിനെതിരെ പ്രതികരിക്കുകയും
ചെയ്തത്. ഇതൊരു വിരോധാഭാസം ആകാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജാതി നിർണയം എന്നൊരു പുസ്തകം, അതായത് ഞാനിവിടെ ശങ്കരാചാര്യർ രചിച്ചു എന്ന് പറയുന്ന ജാതി നിർണയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ 64 ജാതികൾ ഉണ്ട്. ഈ 64 ജാതികളിൽ നിന്നാണ് 64 അടി. ബ്രാഹ്മണനിൽ നിന്നും ഏറ്റവും താഴെയുള്ളവൻ 64 അടി മാറിപ്പോകണം. അത് ഈ 64 ജാതിയിലാണ്. അല്ലെ ചില ചരിത്ര പുസ്തകത്തിൽ ഇത് 96 അടി 92 അടിയൊക്കെ പറയുന്നു. അത് വാസ്തവ വിരുദ്ധമാണ്. കാര്യം അത് ഈ ജാതി നിർണയം എന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം മുതൽ അവസാനം വരെയുള്ള ജാതി എന്ന് പറയുന്നത് 64. അതുകൊണ്ട് ഇതിൽ ഓരോ ജാതിയും ഒരു നിശ്ചിത അകലം പാലിച്ച് വരുമ്പോൾ ഒരടി വെച്ച് പാലിച്ച് വരുമ്പോൾ 64 അടി വരും. അതിലൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഒരു ശ്ലോകം, ആ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. അഷ്ടൗഹി വിപ്രാദൗ നൂനൈ ദ്വാദശൈ അവാന്തരാളിക അഷ്ടാദശസ്യ ശൂദ്രാഷട്ട് ശില്പിന പതിതാദശ നീച പൃഥക് ചത്തോര ചതുഷ്ടിർ ഹി ജാതയ എന്നാണ് അതിലൊരു ശ്ലോകമുള്ളത്. ഈ ശ്ലോകം പ്രകാരം ബ്രാഹ്മണ ജാതി 8, ഒരു ന്യൂനജാതിയുണ്ട് അത് 2 പേര്, അന്തരാള ജാതി 12, ശൂദ്രവർണ്ണത്തിൽപ്പെട്ടവർ 18, ശില്പി എന്ന് പറയുന്ന ജാതി 6, പതിത ജാതി 10, നീചജാതി 8, അതിൽ മല നീചർ 4, നാട്ടുനീചർ 4. ഇങ്ങനെ 64 ജാതികളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 10 ജാതിക്കാർ, ആദ്യം കാണുന്ന 10 ജാതിക്കാർ നമ്പൂതിരിമാരുമായിട്ട് ഏതൊരു അകലവും പാലിക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്നുവെച്ചാൽ തൊട്ട് നിന്നുകൂടെന്നല്ല, അവരുടെ വീടും പരിസരവും ഒക്കെ ഇവർക്ക് ഇങ്ങനെ സഞ്ചരിക്കാം. അത് കഴിഞ്ഞാൽ 10 ജാതി കഴിഞ്ഞിട്ടുള്ളതാണ് ബാക്കിയുള്ള ജാതികൾക്ക് ഈ ഭ്രഷ്ട് കേരളത്തിൽ കൊടുത്തിരുന്നത്. ഈ പറഞ്ഞതിൽ കേരളത്തിലെ ജാതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ക്ഷത്രിയന്മാരും വൈശ്യരും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 64 ജാതിയിൽ കാണുന്നില്ല. ശ്രദ്ധിച്ചോ? അതിൽ ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞപ്പോൾ അതിൽ ക്ഷത്രിയൻ വന്നില്ല, വൈശ്യൻ വന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കേരളത്തിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. ഈ ക്ഷത്രിയന്മാരുടെയും വൈശ്യന്മാരുടെയും ജോലികൾ കേരളത്തിലെ നായന്മാരാണ് ചെയ്തിരുന്നത്. നായർ സമുദായത്തിലുള്ളവരാണ് ഈ ജോലികൾ ചെയ്തിരുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. അന്ന് ജാതികളായി തിരിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൽ നോക്കുമ്പോൾ അന്നത്തെ ആ ജാതിയുടെ അത്രത്തോളം വലിയ കുഴപ്പങ്ങളൊന്നും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. ഇന്ന് ജാതി ഉണ്ട്, അത്രത്തോളം ആ ഒരു ചിന്താഗതിയില്ല. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യങ്ങളെ ജാതികളായി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ ആയിക്കോട്ടെ, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആൾക്കാരെ തിരിച്ചു വച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുമ്പോൾ അവിടെ ഞാനൊരു വിഭാഗമാവുകയാണ്. ഞാനൊരു കോൺഗ്രസ്സാണ്, അവിടെ ഞാൻ മറ്റൊരു വിഭാഗമാവുകയാണ്. ഞാനൊരു ഭാരതീയ ജനതാ പാർട്ടിക്കാരനാണ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു വിഭാഗമാവുകയാണ്. അപ്പം ഇന്നും അന്നത്തെ പോലെ മനുഷ്യനെ ജാതീയമായിട്ട് അല്ലെങ്കിൽ ആ ജാതിക്ക് മറ്റൊരു ജാതിക്ക് നമുക്കവിടെ രാഷ്ട്രീയമെന്ന് പറയാം, രാഷ്ട്രീയമായിട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ്. ഇനി ചില രാജ്യങ്ങളെ കാര്യം തന്നെ എടുത്തു നോക്കാം. അവിടെ ജാതിയാണ് പ്രശ്നം, മനുഷ്യനല്ല. ഇപ്പോൾ ഈ ഇറാൻ, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ
ഒരു മതത്തിൻ്റേതാണ്. ഇറാൻ എന്ന് പറയുമ്പോൾ ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയുമാണ്. ഇറാഖ്, സൗദി അറേബ്യ, ഇങ്ങനെ രാജ്യങ്ങളെ എവിടെയെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ടോ അത് ഒന്നുകിൽ മതത്തിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ജാതിയുടെ പേരിലായിരിക്കും. അപ്പോൾ അന്നും ഇന്നും നമ്മുടെ അവസ്ഥ ഏതാണ്ട് ഒന്ന് തന്നെ. അപ്പം ഇന്ന് രാഷ്ട്രീയമായി തിരിച്ചു വെച്ചിരിക്കുന്നവൻ കിടന്ന് മൈക്ക് വെച്ച് കെട്ടി വിളിക്കുക ജാതിക്കെതിരെ. എത്ര വിരോധാഭാസമാണ്! അവൻ ഇന്നും നമ്മളെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളെ തിരിച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ, വർണ്ണത്തിൻ്റെ ജാതിയുടെ പേരിലല്ല, മറ്റൊരു തരത്തിൽ തിരിച്ചു വെച്ചുകൊണ്ട് ഇവൻ അന്നത്തെ വിവേചനത്തിനെതിരെ മൈക്ക് വെച്ച് വിളിക്കുകയാണ്. നാളെ ഒരു സമൂഹം വരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ അതിലെ ചരിത്രം ഇങ്ങനെയായിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരന് ബി ജെ പിക്കാരനെ കണ്ടുകൂടാ, ബി ജെ പിക്കാരന് കോൺഗ്രസ്സുകാരനെ കണ്ടുകൂടാ എന്നുള്ള രീതിയിൽ ഒരു ചരിത്രമായിരിക്കും നമ്മുടെ കുട്ടികളിവിടെ പഠിക്കുക. ആ ഗുരുദേവൻ്റെ ആ ദർശനങ്ങൾ ഇപ്പോഴും വാലിഡ് ആണ്. ആ ഒരു ദീർഘവീക്ഷണമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അതെ, ചെയ്തിരുന്ന ആ അദ്വൈത ഭാവം നമ്മളിൽ നിറച്ചാൽ മാത്രമേ ഈ ജാതി ചിന്ത അല്ലെങ്കിൽ വേർതിരിവ് മാറുള്ളൂ എന്നല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതി ഏതാണ്, അദ്ദേഹത്തിൻ്റെ മതം ഏതാണ് എന്ന് പറയുന്നു. അതിന് അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞതുപോലെ അദ്വൈതത്തിൻ്റെ ആളാണ് അദ്ദേഹം. ആ ദൃഷ്ടിയിൽ വേണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇന്ന് ഗുരുദേവൻ അവതരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ജാതിക്കെതിരെയല്ല പോരാടുക, ഈ രാഷ്ട്രീയത്തിനെതിരെയായിരിക്കും പോരാടുക. 4-ാം നൂറ്റാണ്ടിലാണ് നമ്പൂതിരിമാരുടെ ആവിർഭാവം കേരളത്തിലുണ്ടാകുന്നത്. 32 ഗ്രാമങ്ങളിൽ ഇവർ 4 കഴകങ്ങളായി തിരിഞ്ഞ് താമസിച്ചിരുന്നു. അങ്ങനെ ഇവിടെ അവർ ഭരണത്തിലേക്ക് കടക്കുകയാണ്. ഈ നമ്പൂതിരിമാർ ഇവർ വന്നു എന്നതിനുള്ള ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെയുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. കേരളത്തിൽ നിന്നല്ല, പുറത്തുനിന്ന് വന്നതാണ് എന്നൊക്കെ, വിദേശ രാജ്യം വരെ, ഇന്നത്തെ വിദേശ രാജ്യത്തിൽ നിന്ന് വന്നവരാണെന്നൊക്കെ പറയുന്നു. ആ അഭിപ്രായത്തിലേക്ക് കടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇറാനിൽ നിന്ന് വരുന്നവർ കേരളത്തിൽ വന്നപ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ മാറിപ്പോകുന്നത്? ഇറാനിൽ നിന്നും പറന്ന് കേരളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇന്നത്തെ കാശ്മീർ വഴി അല്ലേ, പാകിസ്ഥാൻ കാശ്മീർ വഴി ഇങ്ങോട്ട് കയറി വന്നാലല്ലേ, കുറേശ്ശെ നടന്ന് അന്ന് വേറെ വാഹനമൊന്നുമില്ലല്ലോ, നടന്ന് വന്നാലല്ലേ ഇവിടെ എത്തും. അപ്പോൾ ബാക്കിയുള്ളിടത്ത് ഒന്നുമില്ലാത്ത രൂപം ഇവിടെ വന്നപ്പോൾ അവർക്ക് എങ്ങനെ ഉണ്ടായി? അതുകൊണ്ട് അവരെ വിദേശ രാജ്യവുമായിട്ടുള്ള ബന്ധം ഞാനിവിടെ പറയുന്നില്ല. അവർ 4 കഴകങ്ങളായി ഇവിടെ ആഭ്യന്തര വ്യവസ്ഥകൾ അവിടെ ചിട്ടപ്പെടുത്തി ഭരണത്തിൽ അവർ പതുക്കെ കൈവച്ചു. ഞാൻ കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു, കൃഷി, ഞാറ്റുവേല ഇത് ഇവരുടെ കയ്യിലുള്ള ഒരു പ്രധാന ആയുധമായിരുന്നു. അന്ന് വരെ ഏതൊരു സമൂഹവും നിലനിൽക്കണമെങ്കിൽ കൃഷി ആവശ്യമാണ്. ഇവിടെ കൃഷി എങ്ങനെ ചെയ്യാം, ഏത് സമയത്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഏതൊരു കാഴ്ചപ്പാടും ഇല്ലായിരുന്നു. അവൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമായിരുന്നു ഇത്. അപ്പോൾ ഈ ആയുധം അവൻ നേരെ എടുത്ത് പ്രയോഗിച്ചു. ആയുധത്തിൻ്റെ മുന്നിൽ വീണു, രാജാവും വീണു. അതുകൊണ്ടാണ് രാജാവും ഭരണകാര്യങ്ങളിൽ ഇവർക്ക് സ്ഥാനം കൊടുത്തത്. 8-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഇവരുടെ സ്വാധീനം കുറച്ച് പ്രബലമായി തീർന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ ക്രമേണ പിടിക്കുകയാണ് അവരുടെ കരാളഹസ്തം. 8-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഏറെക്കുറെ പൂർണ്ണമായി. ഏതാണ്ട് ഈ അവസരത്തിലാണ് ചൗങ് കോ എന്ന ചൈനീസ് സഞ്ചാരി ഇവിടെ വരുന്നത്. ചൗങ് കോ, അതായത് അതിന് മുമ്പ് പലരും വന്നിട്ടുണ്ട്. പാഹിയാൻ വന്നിട്ടുണ്ട്, ഹുയാങ്സാങ് വന്നിട്ടുണ്ട്. ഇത് 8-ാം നൂറ്റാണ്ട്. അവരെനിക്ക് തോന്നുന്നു അവരൊക്കെ 4-ാം നൂറ്റാണ്ടാണ്, 4-5 നൂറ്റാണ്ടുകളിലാണ്. അദ്ദേഹം തൻ്റെ ചൗങ് കോ തൻ്റെ യാത്രാവിവരണത്തിൽ പറയുന്നത്, കേരളം ഒരു നമ്പി രാജ്യമായിരുന്നു. കേരളത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരാണ് നമ്പി രാജ്യം. നമ്പി രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരിമാരുടെ രാജ്യം.
നമ്പി എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ ഒരു വിഭാഗം. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാരെ നമ്പിമാരെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും നമ്മളൊരു 12-12:30 ആയി അതിൻ്റെ പടിഞ്ഞാറേ ഗേറ്റിൻ്റെ അവിടെ വാതിൽക്കൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓലക്കുടയും പിടിച്ചു പോകുന്ന നമ്പിമാരെ നമുക്ക് കാണാൻ കഴിയും, അവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്ന. എനിക്ക് തോന്നുന്നു ഈ നമ്പ്യാതിരി എന്ന വാക്കിൽ നിന്നുമാണ് നമ്പി ഉണ്ടായെന്നാണ്. ഈ ഓരോ ക്ഷേത്രത്തിലും പൂജ ചെയ്യുന്നവരെ ഓരോ പേര് കൊടുത്ത് വിളിക്കുന്നത് പണ്ടേ അങ്ങനെയാണ്. അത് ഈ ബ്രാഹ്മണ വിഭാഗം. ഇപ്പോൾ നമ്മുടെ രാമേശ്വരം ക്ഷേത്രത്തിലെ പൂജാരിമാരെ പക്ഷികൾ എന്നാണ് പറയുന്നത്, പക്ഷി നാരായണ ശാസ്ത്രി. പക്ഷെ അവിടെ അങ്ങനെ അറിയപ്പെടുന്നത്. നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അദ്ദേഹം ഇങ്ങനെ പലയിടത്തും പറയുന്നുണ്ട് പക്ഷി നാരായണ ശാസ്ത്രി. അപ്പോൾ അവിടുത്തെ പൂജാരിയാണ്. അപ്പോൾ അവിടുത്തെ പൂജാരിയെ വിളിക്കുന്ന പേരാണ് പക്ഷി. എന്തായാലും ചൗങ്ങക്കോ എന്താ പറയുന്നത്, ഇത് നമ്പി രാജ്യമെന്നാണ് പറയുന്നത്. ഇനി ഋഗ്വേദ സംഹിതയിലെ ഒരു പുരുഷ സൂക്തം നമുക്ക് നോക്കാം. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഊരു തദസ്യായത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോ ജായയത്. ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നാണ് അല്ലെങ്കിൽ മുഖത്ത് നിന്നാണ് നമ്മുടെ ബ്രാഹ്മണർ ജനിച്ചുവെന്നും വക്ഷസ്സിൽ നിന്ന് ക്ഷത്രിയരും ബാഹുക്കളിൽ നിന്ന് ശൂദ്രരും ബാഹുക്കളിൽ നിന്ന് വൈശ്യരും പാദത്തിൽ നിന്ന് ശൂദ്രരും. ഇത് പുരുഷ സൂക്തത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം കാണുന്നു. അത്ര പ്രചാരത്തിലില്ല. അത്ര പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ രാഷ്ട്രീയക്കാർ നമ്മുടെ ഇപ്പുറത്തുള്ളതിനങ്ങ് മാറ്റിയിട്ട് ഏതിനെ നമ്മുടെ ഭഗവത്ഗീതയിലുള്ള ആ ശ്ലോകത്തെ അങ്ങ് മാറ്റിയിട്ട് ഇത് പിടിക്കുമായിരുന്നു. ഇതിൻ്റെ അർത്ഥം ഞാൻ 1-2 കവിത ശ്ലോകം പറഞ്ഞിട്ട് ഇതിൻ്റെ അർത്ഥം പറയാം. അർത്ഥമല്ല, സാഹചര്യം കൂടെ ബന്ധപ്പെടുത്താം. ഇനി നമ്മൾ അടുത്ത ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനകർമ്മ സന്യാസ യോഗം 4-ാം അധ്യായം 13-ാം ശ്ലോകമുണ്ട്. ആ 13-ാം ശ്ലോകത്ത് ഇങ്ങനെയാണ്: ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അപമി മാം വിദ്യ കർത്താരമവയ. ഇത് നമ്മുടെ എല്ലാ പ്രസംഗികരും പറയുന്നതാണ്. ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടമാണ്. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, ഭഗവാൻ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, എന്തുദ്ദേശിച്ചിട്ടാണ്, അത് തൊട്ട് താഴെ പറയുന്നുണ്ട്. ഗുണകർമ്മം, ആ ഒരു വ്യക്തിയുടെ ഗുണകർമ്മം അനുസരിച്ചാണ് ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചത്. എന്നാൽ എനിക്ക് ഒരു കർത്തവ്യവും കൂടെ അതിലുണ്ട്. അതെന്താണ്? ഈ ഗുണകർമ്മം എനിക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയും. 3-ാമത്തെ 4-ാമത്തെ വരിയിൽ അതാണ് പറയുന്നത്. ഈ ഗുണകർമ്മം എനിക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ബ്രാഹ്മണനെ ശൂദ്രനാക്കാൻ കഴിയും, ശൂദ്രനെ വൈശ്യനാക്കാൻ കഴിയും. ഇതിൽ ആരെ എങ്ങോട്ട് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും അത് ജാതിയല്ല പറയുന്നത്, കർമ്മത്തിൻ്റെ കർത്താക്കളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനെ ആരോ ജാതിയാക്കിയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് മറ്റൊന്നും കൂടെ നോക്കാം. മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഇതിൻ്റെ അർത്ഥതലത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഋഗ്വേദ സംഹിത പുരുഷ സൂക്തം ഇന്നേ മുതൽക്ക് 25,000 വർഷങ്ങൾക്ക് അപ്പുറത്ത്, അല്ലെങ്കിൽ ആധുനിക ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് 4,000 വർഷത്തിനപ്പുറത്ത്
എഴുതപ്പെട്ടതാണ്. ഈ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്ന ഭാഗം ഇന്നേ മുതൽക്ക് 5200 വർഷങ്ങൾക്കപ്പുറത്ത് മഹാഭാരത കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഇതിനെ നമ്മളൊരു പ്രത്യേക അർത്ഥത്തിലെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ പറഞ്ഞു 1-ാം നൂറ്റാണ്ട് വരെ 2000 വർഷത്തിന് മുമ്പ് വരെ ഇവിടെ ജാതിയില്ല. അപ്പോൾ ഇതെഴുതിയത് കൊണ്ടാണ് ജാതി വന്നതെന്ന് പറയുന്നത് എത്ര അവകാശമാണ്. ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ഏതർത്ഥത്തിലാണ് എഴുതിയെന്ന് നമുക്ക് ചിന്തിക്കണം. ഈ ഹിന്ദുമതത്തിലെ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ഒരു രൂപകത്വമുണ്ട്. രൂപകത്വം എന്ന് വെച്ചാൽ ഒരു കാര്യം നേരിട്ടങ്ങ് പറയില്ല, അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു തരും. നമ്മൾ കൃഷ്ണൻ്റെ കാര്യം പഠിക്കുമ്പോൾ പല വിദേശികളും അല്ലെങ്കിൽ എന്തിന് മലയാളത്തിലെ കവിമാർ പോലും കൃഷ്ണനെ ചിത്രീകരിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ സ്ത്രീകളുടെ ശരീരം കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഗോപസ്ത്രീകൾ കുളിക്കുമ്പോൾ ഗോപസ്ത്രീകളുടെ വസ്ത്രമെടുത്ത് കൃഷ്ണൻ നേരെ മോളിൽ കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ എത്രത്തോളം വികൃതമാക്കോ ആ രീതിയിലെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത്, നമുക്ക് സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കാം, ഒരു ദൈവത്തിന് സ്ത്രീയുടെ നഗ്ന ശരീരം കാണാൻ വല്ല മോഹം ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് മറ്റൊരർത്ഥമുണ്ട്. വസ്ത്രമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മലിനതയാണ്. ഈ മലിനത, അവരുടെ ശരീരത്തിൻ്റെ മലിനത മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഗോപസ്ത്രീകൾ അത് തന്നെ വേണമെന്ന് പറയുന്നു. എനിക്കത് തിരിച്ചു തരാൻ പറയണം, മലിനത മാറ്റാൻ. അതായത് കൃഷ്ണനെ, ഭഗവാനെ കാണുമ്പോൾ ഗോപസ്ത്രീകൾ ഭക്തരാണ്. ഈ ഭക്തരെ ശാരീരിക മലിനത കൂടെ മാറ്റണം, ശരീരത്തിൻ്റെ മലിനത മാറ്റണം. ആ മലിനത മാറ്റാൻ വേണ്ടി ദൈവം ശ്രമിക്കുമ്പോൾ അവർ പറയണം അത് മാറ്റണ്ട, ഞങ്ങൾക്ക് ആ വസ്ത്രം തന്നെ വേണം. അപ്പം അത്ര സമയം കൃഷ്ണൻ വിചാരിച്ചു അവരുടെ ശരീരത്തിന് മാത്രമേ മലിനതയുള്ളൂ. പക്ഷേ ഇവിടെ ഭക്തൻ്റെ മനസ്സിലും മലിനത കിടക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം മാറ്റിയ വസ്തുവിനെ തിരിച്ചു ചോദിക്കുന്നത്. ഭഗവാൻ ഗണപതി അദ്ദേഹത്തിൻ്റെ രൂപം അറിയാമല്ലോ, ആദ്യത്തെ രൂപമല്ല. അപ്പോൾ ആദ്യത്തെ രൂപം വെട്ടിമാറ്റിയത് പരമശിവനാണ്. ഇപ്പോൾ സമൂഹത്തിൽ വലിയ പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടക്കുന്ന സമയമാണ്. അത് പ്ലാസ്റ്റിക് സർജറിയാണോ അല്ലാത്തതാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അവിടുത്തെ രൂപകത്വം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ രൂപത്തിന് തല പ്രവർത്തനക്ഷമം അല്ലായിരുന്നു. അത് ഭഗവാന് മനസ്സിലായി, അതുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റി പ്രവർത്തനക്ഷമമായ ഒരു തല എടുത്ത് വെച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാം. മനുഷ്യനേക്കാൾ ആനയ്ക്ക് ബുദ്ധിയുണ്ട് എന്ന് ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഇരുന്ന തല ഒരു പ്രയോജനമില്ലാത്തത് കൊണ്ട് പുതിയൊരു ബുദ്ധി അവിടെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തു. രൂപത്തിന്, ദൈവങ്ങളാകുമ്പോൾ രൂപത്തിന് പ്രാധാന്യമില്ല. അത് അദ്വൈതത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയാണല്ലോ. ഹിന്ദു മതമെന്ന് പറയുന്നത് തന്നെ അദ്വൈതത്തിൽ ഉറച്ചു നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെ രൂപത്തിന് പ്രാധാന്യമില്ല. ഈ അർത്ഥത്തിൽ നമുക്കെടുക്കാം. പക്ഷെ നമ്മൾ ഈ അർത്ഥം ഒന്നും എടുക്കാതെ അതിനെന്താണോ ദുരർത്ഥമുള്ളത് ആ ദുരർത്ഥത്തിലേക്ക് പോവുകയാണ് പതിവ്. നമ്മളിത് കൂടുതലിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർഷനിൽ എത്തില്ല. ഇനി ഒരു ചെറിയ പദ്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തേക്ക് പോകാം. അത് BC 2-ാം നൂറ്റാണ്ട്, ഇന്നേ മുതൽക്ക് ഏതാണ്ട് 2200 വർഷങ്ങൾക്കപ്പുറത്ത് മനു എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു. ചരിത്രകാരന്മാർ മനുവിനെ രാജാവായിട്ടാണ്, പണ്ഡിതമതം അതാണ്, മനു ഒരു രാജാവായിരുന്നു, ഭാരതം വസിച്ചിരുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ ചില നിയമങ്ങൾ തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കി. ഒരു രാജാവിന് നിയമം നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഭരണകർത്താവ്, കേന്ദ്രത്തിലെ ഭരണകർത്താവ്, സംസ്ഥാനത്തിലെ ഭരണകർത്താവ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഭരണകർത്താവ് ഓരോ നിയമം എഴുതിയുണ്ടാക്കുന്നു. ആ നിയമത്തിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്. പ്രതികൂലിച്ചു എന്ന് പറഞ്ഞിട്ട് ആ നിയമം ഇല്ലാതെയാകുന്നില്ല. ഇതിന് 10 വർഷം കഴിഞ്ഞിട്ട് വേണം ഈ നിയമം നിലനിൽക്കണം എന്നും വ്യവസ്ഥയില്ല. അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച്
മാറ്റാം. എന്തായാലും 2200 വർഷങ്ങൾക്ക് മുമ്പ് മനു എന്ന് പറയുന്ന രാജാവ് കുറേ നിയമസംഹിതയുണ്ടാക്കി. അതിനെ മനുസ്മൃതി എന്ന് അറിയപ്പെടും. ഈ മനുസ്മൃതി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിലെ പല നിയമങ്ങളും സമൂഹത്തിന് അനുയോജ്യമാണ്. കുറേ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അതിലെ എല്ലാ നിയമങ്ങളും സമൂഹത്തിന് നല്ലതാകണമെന്നില്ല. അത് ഏതൊരു ഭരണകർത്താവ് ചെയ്താലും ചില നിയമങ്ങൾ സമൂഹത്തിന് നല്ലതാണെന്ന് തോന്നും. ഈ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് അവിടെയും ഒരു പരാമർശമുണ്ട്. അതിപ്രകാരമാണ്: ലോകാനാം തു വിദ്യധർമ്മം മുവ ബാഹുരൂപാദത ബ്രാഹ്മണം ക്ഷത്രിയം വൈശ്യം ശൂദ്രം ച നിരവർത്തയത് എന്നാണ് അവിടെ കാണുന്നത്. ചാതുർവർണ്ണ്യം അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ കവിതകളെ ദുരർത്ഥത്തിലെടുത്തുകൊണ്ട്, ഈ ശ്ലോകങ്ങളെ ദുരർത്ഥത്തിലെടുത്തുകൊണ്ട് ഏതാണ്ട് 10-12 നൂറ്റാണ്ടുകളായപ്പോൾ കേരളത്തിൽ നമ്പൂതിരി ഭരണം ഉറച്ചു. കേരളത്തിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇന്ത്യയിലല്ല. കേരളത്തിൽ നമ്പൂതിരി ഭരണം ഉറച്ചു. ആ ഉറച്ച സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വൈശ്യന്മാരും ക്ഷത്രിയന്മാരും കേരളത്തിൽ ഇല്ലായിരുന്നു. ചാതുർവർണ്ണ്യം ഇവിടെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വൈശ്യന്മാരും ക്ഷത്രിയന്മാരും ഉണ്ടാകണം, അവരിവിടെ ഇല്ല. അതുകൊണ്ട് നായന്മാർക്കാണ് ആ ജോലി വിഭജിച്ചു കൊടുത്തത്. ഈ ബ്രാഹ്മണർ നായന്മാർക്ക് ആ ജോലി വിഭജിച്ചു കൊടുത്തു. ഈഴവർക്ക് ഊഴിയം വേല കൊടുത്തു. പിന്നെ കമ്മാളന്മാരുണ്ട്, പുലയരുണ്ട്, അവർക്ക് കൃഷി, ഇങ്ങനെ വീതിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത്, അന്ന് കേരളത്തിൽ നമ്പൂതിരിമാർ വന്നവരാണെങ്കിൽ 4 ജാതിക്കാരുണ്ടായിരുന്നു. ഒന്ന് നായന്മാർ, പിന്നെ ഈഴവന്മാർ, പിന്നെ കമ്മാളന്മാർ, പിന്നെ പുലയന്മാർ. ഇവർ 4 പേരും 4 ഗോത്രങ്ങളായിട്ട് ആയിരിക്കും ജീവിച്ചിരുന്നത്. സമൂഹത്തിൽ ഒരുമിച്ചവർ ജീവിച്ചിരുന്നില്ല. 4 ഗോത്രങ്ങൾ. ആ 4 ഗോത്രം, ആ ഗോത്രത്തിനുള്ളിൽ വിവാഹം നടന്നു. ഓരോ ഗോത്രത്തിനുള്ളിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. നല്ല രീതിയിലായിരിക്കും അന്ന് ഈ 4 ജാതിക്കാരും ഇവിടെ ജീവിച്ചത്. അവർ വന്ന ബ്രാഹ്മണർ ഇതിലുള്ള നായരെ അങ്ങ് പിടിച്ചു. നായരെ പിടിച്ച് ഇവർക്ക് ഏതാണ്ട് ഭരണത്തിലൊക്കെ പിടികിട്ടിയപ്പോൾ നായർ അങ്ങോട്ട് പോയി. നായരെ പിടിച്ച് അവിടെ അവർക്ക് ഒരു ഉറച്ച സ്ഥാനം കൊടുത്ത് അവരെ കൊണ്ട് ബാക്കിയുള്ളവരെ അടിമകളാക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഒരു ബ്രാഹ്മണൻ നടന്നു പോകുമ്പോൾ ഒരു താഴ്ന്ന ജാതിക്കാരൻ വന്നു കഴിഞ്ഞാൽ നായരെ കൊണ്ട് ബ്രാഹ്മണൻ കൊല്ലിക്കും, നേരിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ബ്രാഹ്മണർ നായരെ അടിമകളാക്കി അവരെ കൊണ്ട്, അതായത് ഇവരെ കൂലിത്തല്ലിൻ്റെ നിലവാരത്തിൽ എത്തിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുത്തു. ഇനി ഇവിടെ ഈ പുലയർ, ഇവിടുത്തെ ഭരണം എപ്പോഴും ചേരന്മാരാണ്, ചേര സാമ്രാജ്യമാണ്. ചേര സാമ്രാജ്യത്തെ ഈ ബ്രാഹ്മണ മേധാവിത്വം തമ്മിലടിപ്പിച്ചു. ചേരന്മാരുടെ ഭരണത്തിൽ കയറി അവരെ അവിടെ നിന്ന് പതിയെ ഒതുക്കി വിടുകയാണ്. അവരെ അപ്പുറത്തൊരു രാജാവുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു രാജാവുണ്ടെങ്കിൽ അതിലൊരു പെൺകുട്ടി സുന്ദരിയായിരിക്കും. ആ സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ ഇവരെ തമ്മിലടിച്ചു. അങ്ങനെ ചേരന്മാർ അധംസ്ഥിതരായി തീർന്നു. പുലയരോടൊപ്പം ചേരൻ, ഒരു കാലത്തെ ഭരണ നിലവാരത്തിലുണ്ടായിരുന്ന ചേരന്മാരെ മൊത്തം അവർ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുവന്നു.
ഇനി സമൂഹത്തിൽ 2 ജാതികളുണ്ട്, ചണ്ടാളന്മാരും പറയന്മാരും കൂടെയുണ്ട്. ഇവർ അടിമകളായിരുന്നു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആരാണ് ചണ്ടാളൻ? അപ്പം നമ്മൾ ഒറ്റ വാക്കിൽ പറയും, ചണ്ടാളൻ എന്ന് പറയുന്നത് പ്രേതം, ശവശരീരം മുതലായവ കത്തിക്കുന്ന ആളിനെയാണ് ചണ്ടാളൻ എന്ന് പറയുന്നത് എന്നൊറ്റ വാക്കിൽ പറയും. പക്ഷേ നേരത്തെ നമ്മളൊരു ജാതി വ്യവസ്ഥ പറഞ്ഞപ്പോൾ ബ്രാഹ്മണ സമൂഹത്തിലുള്ള മൂത്ത വ്യക്തി മാത്രമേ കല്യാണം കഴിക്കൂ. അടുത്തുള്ള വ്യക്തികളെല്ലാം സംബന്ധം കൂടും നായർ തറവാടിൽ. ഏതെങ്കിലും ഒരു നായർ യുവാവ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് സംബന്ധം കൂടുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും ആകാമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു നായർ യുവാവിൽ നിന്ന് ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ നേരെ പറഞ്ഞു വിടുന്നത്, അത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നേരെ ശവകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞു വിടുന്നത്. ഇത്ര ഭീകരമാണ്. നമ്മൾ ഈ ജാതി വ്യവസ്ഥ അവരുണ്ടാക്കി വെച്ചു എന്ന്, ഒരു വിഭാഗം ആൾക്കാരുണ്ടാക്കി വെച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അവരോടൊപ്പം ജീവിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥയും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ജാതി വ്യവസ്ഥ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർ നിർമ്മിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ശരി. ഈ വിഭാഗമാണ് പിൽക്കാലത്ത് ചണ്ടാളന്മാർ എന്ന പേരിൽ ഇപ്പോഴും ഈ ബ്രാഹ്മണ സമുദായത്തിലെ ഇളയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. അവർ ഈ ശവസംസ്കാര ചടങ്ങുകളാണ് ചെയ്യുന്നത്. അവർ ബ്രാഹ്മണ സമുദായത്തിൽ അവരുടെ പേരിനോടൊപ്പം ഇളയത് എന്നുകൂടെ കാണും. അവരിങ്ങനെ ശവസംസ്കാര കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇനി വളരെ പെട്ടെന്ന് ആ കാലത്തുണ്ടായിരുന്നതാണ് പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി. വടക്കോട്ടൊക്കെ പുലപ്പേടി എന്നും പറപ്പേടി എന്നൊക്കെ പറയും. തെക്കോട്ട് ഇതിനെ മണ്ണാപ്പേടി എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നായർ സ്ത്രീകളോ അല്ലെങ്കിൽ ബ്രാഹ്മണ സ്ത്രീകളോ ഒരു പ്രത്യേക മാസം, കർക്കിടക മാസം പുറത്ത് രാത്രികാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അവിടെ ഒന്ന് ചിന്തിക്കണം, രാത്രികാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല എന്ന് ഓർമ്മിക്കണം. അങ്ങനെ ഒരു കക്കൂസിനെ കുറിച്ചുള്ള ചിന്താഗതിയേ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അപ്പോൾ രാത്രികാലങ്ങളിൽ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു താണ ജാതിക്കാരൻ അവിടെ നിന്ന് കണ്ടേ 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 എന്ന് വിളിച്ചാൽ മതി. ആ സ്ത്രീക്ക് അവനോടൊത്ത് ഓടിപ്പൊയ്ക്കൊള്ളണം, അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞു കൊണ്ടാലും മതി. കേരളത്തിലുണ്ടായിരുന്ന ഒരു ആചാരമാണ് അത്. ഒരു സാമൂതിരി രാജാവ് താഴ്ന്ന ജാതിക്കാർക്കായിട്ട് അനുവദിച്ചു കൊടുത്ത നിയമമാണ്. ആ സ്ത്രീക്ക് ആ കണ്ടു എന്ന് പറയുന്നവൻ്റെ കൂടി ഓടിപ്പോവുക മാത്രമേ കഴിയൂ, തിരിച്ച് വീട്ടിൽ കയറ്റില്ല. സഹോദരന്മാരോ ആ വീട്ടുകാരോ അച്ഛൻ ഉൾപ്പെടെ അറിയുന്ന ആ നിമിഷം ആ സ്ത്രീയെ വെട്ടിക്കൊല്ലുകയും കണ്ടു എന്ന് പറഞ്ഞവൻ്റെ കുടുംബത്തെ മൊത്തം കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ കണ്ടു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ അവിടെ നിന്ന് നോക്കും, ഇങ്ങനെ 4 പാടത്തേക്കും നോക്കും. നോക്കിയിട്ട് ഒറ്റ പോക്ക അവൻ്റെ കൂടെ. കാര്യം ഇവർ ജീവനോടെ വെട്ടിക്കൊല്ലുന്നതിനേക്കാൾ അവനോടൊത്ത് പോയി കഴിഞ്ഞാൽ ജീവിക്കാം. ഇനി ഈ കാലഘട്ടത്തിൽ അനേകം നികുതികൾ, അതായത് ആഭരണം ധരിക്കണമെങ്കിൽ രാജാവിന് നികുതി കൊടുക്കണം. പുരുഷന്മാരിൽ നിന്നും തലക്കര വാങ്ങിയിരുന്നു, താണജാതിക്കാരിൽ നിന്നാണ് തലക്കര. അതായത് എനിക്ക് തോന്നുന്നു തലക്കരം എന്ന് പറയുന്ന മീശ വയ്ക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉള്ള. പിന്നെ മുലക്കര, ഇവിടെ വസ്ത്രം ധരിക്കണമെങ്കിൽ അതിന് കൊടുക്കണം, ആഭരണം ധരിക്കണമെങ്കിൽ കൊടുക്കണം. പിന്നെ തെങ്ങിന് കരം കൊടുക്കണം, ചെത്ത് കരം കൊടുക്കണം, അത് ചെത്തുന്നതിന്. ഇങ്ങനെ വിവിധ കരങ്ങൾ കൊണ്ട് ഈ സമൂഹത്തെ വലിഞ്ഞ്
കെട്ടിയിരുന്നു. 12-ാം ശതകമായപ്പോഴത്തേക്കും ജാതി നമ്മുടെ ഇവിടെ എല്ലാം വ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സ്വാമി വിവേകാനന്ദൻ, അത് 12-ാം നൂറ്റാണ്ടിലല്ല, സ്വാമി വിവേകാനന്ദ ഇവിടെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കാലങ്ങൾ പിന്നെ അതനുസരിച്ച് നീങ്ങുകയാണ്. സ്വാമി വിവേകാനന്ദൻ കേരളത്തിലേക്ക് പ്രവേശിക്കുകയും അനേകം ക്ഷേത്രങ്ങൾ ഇങ്ങനെ സന്ദർശിച്ച് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കൊന്ന് കയറണം. അദ്ദേഹത്തെ കയറ്റിയില്ല. അവിടുത്തെ ഭരണാധികാരികൾ, അന്നത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തെ കയറ്റിയില്ല. അദ്ദേഹം 3 ദിവസം ആ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൽവൃക്ഷത്ത് ചുവട്ടിൽ കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രത്തിൽ കയറി ഒന്ന് കാളിദേവിയെ ദർശനം നടത്തണം. കാളിദേവി ആകുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമാണല്ലോ, ദർശനം നടത്തണം. അദ്ദേഹത്തിന് പറ്റിയില്ല. 3 ദിവസം കാത്തു നിന്നിട്ടും പറ്റാതെയാണ് അദ്ദേഹം കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ പോലും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്ത ഒരു സംസ്കാരം ഇവിടെ വളർന്നു വന്നു എന്നുകൂടെ നമ്മൾ അറിയണം. ഇനി സ്വാമി വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ് പോയി. എൻ്റെ അഭിപ്രായത്തിലിപ്പോൾ കേരളം തിമിരാലയമാണ്, രാഷ്ട്രീയ തിമിരാലയമാണ്. അത് പറയാൻ കാരണം, നേരത്തെ തലക്കരം, മുലക്കരം മുതലായവയൊക്കെ കൊടുക്കാനുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ കരങ്ങൾ കൊടുക്കണം. ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കല്ലുകൊണ്ട് ഇറക്കുകയാണ്, ഞാനാണ് ഇറക്കി കഴിഞ്ഞപ്പോൾ കാണാം ഒരു 4-5 പേര് അവിടെ വന്ന് നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ ഇറക്കുന്നത് കാണാമെന്ന് നിൽക്കുക. ഇറക്കി തീർന്നതും എന്നോട് ചോദിക്കുന്നു, 1000 രൂപ അങ്ങ് തന്നെ. എന്നിട്ട് എന്തിനാ? അത് കല്ലിറക്കിയതിന് കൂലി ഞാനാണല്ലോ. അതെ, നിങ്ങളാണ് ഇറക്കിയത്, പക്ഷെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നല്ലോ. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് അതിനൊരു കൂലിയുണ്ട്. കാര്യം നിങ്ങൾ കല്ലിറക്കുന്ന ആ മഹത്തായ കാര്യം ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് 1000 രൂപ തരണം. തന്നില്ലെങ്കിൽ തല്ലും തരും. നേരത്തെ പറഞ്ഞല്ലോ, ബ്രാഹ്മണ സ്ത്രീയിൽ നായർക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് നേരെ ചണ്ടാളനാകും. ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടീന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം പോകുമ്പോൾ വലിയ കാര്യമായിട്ടൊക്കെ സ്വീകരിക്കുമെങ്കിലും പിന്നീട് അവിടെയും ഭ്രഷ്ടുണ്ട്. അതിലെ സ്ഥാനമാനങ്ങൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഈ വലിഞ്ഞു കയറി ചെന്ന വ്യക്തിക്ക് കിട്ടണമെന്ന് ഇല്ല, കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ കൊടുത്താലും ഇങ്ങ് കീഴേ ഘടകത്തിലുള്ള എന്തെങ്കിലും ഒരു ജോലിയായിരിക്കും കൊടുക്കുക. അപ്പോൾ അന്നും ഇന്നും നമ്മുടെ മൃഗാലയത്തിലും നമ്മുടെ ഭ്രാന്താലയത്തിലും നമ്മുടെ രാഷ്ട്രീയ തിമിരാലയത്തിലും കരങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പറയാം. ഇപ്പം അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ആ ജാതിയുടെ ആ ഒരു തീവ്രത പറയുകയായിരുന്നു, എത്രയൊക്കെ വിഭജനങ്ങളുണ്ടെന്ന്. ശരിക്കും ഒരു രീതിയിൽ ചിന്തിക്കുമ്പം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ ജാതി വ്യവസ്ഥയിലും ജാതിയുടെ അടിസ്ഥാനത്തിലും ഇതിലെല്ലാം വേർതിരിക്കുന്നത് ശരിക്കും ഒരു നീചമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അവിടെയാണ് ഈ അദ്വൈത ദർശനങ്ങളുടെയൊക്കെ പ്രാധാന്യം വരുന്നത്. അപ്പം അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി, സ്വാമി വിവേകാനന്ദന് വരെ ഈ ഒരു ജാതിയുടെ പേരിലും അല്ലെങ്കിൽ ആ വിവേചനം വരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത്രയും ഒരു അധംപതിച്ച ഒരു അവസ്ഥയായിരുന്നു അത്. ആ അധംപതനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. വളരെ രസാവകമായ കാര്യമാണ്. അന്ന് കൊടുത്തിരുന്ന വളരെ ചെറിയ ചെറിയ ശിക്ഷകൾ, കേൾക്കാനൊക്കെ നല്ല സുഖമുള്ള പേരുകൾ. ബ്രാഹ്മണർക്ക് ശിക്ഷയില്ല. എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് ശിക്ഷയില്ല. വലിയ ഒരാളിനെ കൊന്നു എന്ന് വരുന്ന സാഹചര്യത്തിൽ മാത്രം ഒരു വളരെ എന്താ പറയുക, ഒരു ചെറിയൊരു ശിക്ഷ കൊടുക്കും. അത് പിന്നാലെ പറയുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വധശിക്ഷ കൊടുത്തിരുന്നു. അതാണ് ഞാൻ ചെറിയ ശിക്ഷയെന്ന് ആദ്യമേ പറയുന്നത്. നിസ്സാര കാര്യം മതി, അതിനൊരു വധശിക്ഷയാണ് കൊടുത്തിരുന്നത്. ഈ വധശിക്ഷ എങ്ങനെയെന്ന് നോക്കണം. ഒരു ശിക്ഷയെന്ന് പറയുന്നത് ചിത്രവധം. വളരെ എളുപ്പമാണ് ചിത്രവധം. കേൾക്കുമ്പോൾ തന്നെ എത്ര സുഖമായിട്ടുള്ള ഒരു ചിത്രം കാണിച്ച് വധിക്കും.
എന്ന് സങ്കല്പിക്കരുത്. ഈ തെറ്റുകാരൻ്റെ മലദൂരത്തിൽ നിന്നും ഒരു കമ്പി പാര അടിച്ച് തല വരെ എത്തിക്കും. എന്നിട്ട് മരത്തിനോട് ചേർത്ത് കെട്ടും. 2-3 ദിവസം കൊണ്ട് മരിച്ചോളും. ചിലപ്പോൾ ഒരാഴ്ചയോളം എടുക്കും. അത് ആ വ്യക്തിയുടെ ആരോഗ്യം അനുസരിച്ചിരിക്കും. ഇതിനെയാണ് ചിത്രവധം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വധം പുലിക്കൂട്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും പുലിയുള്ളൊരു കൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുന്നു. പക്ഷെ അതല്ല, ഒരു കൂട്. അതിൽ നിവർന്ന് നിൽക്കാൻ കഴിയില്ല, കമഴ്ന്ന് നിൽക്കാൻ കഴിയില്ല, വല്ലാത്ത രീതിയിൽ നിർമ്മിച്ച ഒരു കൂട്. ഇതിനകത്ത്, ഇരുമ്പ് കൂടിനകത്ത് ഈ വ്യക്തിയാക്കും. എന്നിട്ട് പൊതുനിരത്തിൽ കൊണ്ടുവയ്ക്കും. ആഹാരമില്ല, വെള്ളമില്ല, കമഴ്ന്ന് കിടക്കാൻ പറ്റില്ല, നിവരാൻ പറ്റില്ല. എന്നിട്ടൊരു കാവൽക്കാരനെ ആരും ഒന്നും കൊണ്ട് കൊടുക്കരുത്. ഇതെല്ലാം അഴികളുള്ളതാണ് ഈ കൂട്. അതിനകത്ത് കിടക്കുന്നത് പുറത്തുള്ളവർ കാണണം. അങ്ങനെ ചിലപ്പോൾ ഇതിനകത്ത് ചില ജന്തുക്കളും കയറും. വല്ല പാമ്പുവിലും കയറി കഴിഞ്ഞാൽ ഈ വ്യക്തി രക്ഷപ്പെട്ടു, അത് കൊത്തിയപ്പോൾ തന്നെ തീരും. പക്ഷേ എലി പോലുള്ള ജന്തുക്കൾ കടിക്കും. കാക്കകൾ കൊത്തിവലിക്കാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട്. ഇതാണ് പുലിക്കൂട് എന്ന് പറയുന്ന വധശിക്ഷ. പിന്നെ കെട്ടിത്താഴ്ത്തൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കയറ് കെട്ടിയവനെ അങ്ങ് താഴ്ത്തി വിടും. അങ്ങനെയല്ല, അത് ഈ ശൂദ്രർക്കാണ് കൊടുത്തിരുന്നത് ഈ കെട്ടിത്താഴ്ത്തൽ. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ജലശിക്ഷ എന്നുകൂടെ പറയും. ഇത്രയേ ഉള്ളൂ. കഴുത്തിലൊരു കുടം കെട്ടി കൊടുക്കും. കഴുത്തിൽ ഒരു കുടം കെട്ടി വയ്ക്കും. കൊട്ടി വെച്ചതിന് ശേഷം വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറയും. കുളത്തിലോ നദിയിലോ കൊണ്ടുപോയിട്ട് ഇറങ്ങാൻ പറയും. ഇറങ്ങുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? താഴ്ന്ന് പോകുമ്പോൾ കുടത്തിൽ വെള്ളം നിറയും. കുടത്തിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിവരാൻ പറ്റില്ല, അങ്ങ് മുങ്ങിത്തീർന്നോളും. നീന്തി കയറാനും പറ്റില്ല. ഈ ഭാരം, ശരീരത്തിൽ നല്ല ഭാരമുണ്ട്. അത് ചെറിയ കുടമല്ല കെട്ടിവെക്കുന്ന, വലിയ കുടമാണ്. ഇതൊരു ശിക്ഷാരീതിയാണ്. ഇനി ആനയെക്കൊണ്ട് ചവിട്ടിക്കൊല്ലുക, പടക്കം പീരങ്കിക്കകത്ത് വെച്ചിട്ട് പീരങ്കി പ്രയോഗിക്കുക, ഇങ്ങനെ മൃഗീയമായ ശിക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാം ഇവിടുത്തെ ഹിന്ദുക്കൾ കൊടുത്തിരുന്നു എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഈ അക്ബറുടെ കാലഘട്ടത്തിലും ആൾക്കാർ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലുന്നൊരു രീതി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇവിടെ നിന്ന് ഉള്ള ആചാരം അങ്ങോട്ടെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ആചാരം ഇങ്ങോട്ടെടുത്തതായിരിക്കാം. ഈ ആനയെ കൊണ്ട് ചവിട്ടുന്നതൊക്കെ അക്ബറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അംഗഭംഗം വരുത്തൽ, അത് നമ്മൾ തന്നെ വിരൽ മുറിക്കുക, കൈ മുറിക്കുക, കാല് മുറിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ. അടി കൊടുക്കുക, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുക്കാലി കെട്ടിയാണ് അടി, വെറും അടിയല്ല, മുക്കാലി കെട്ടിയുള്ള അടി കൊടുക്കുക. പിന്നെ മറ്റൊരു സമ്പ്രദായമാണ് അടിമയാക്കൽ. ആരെയും പിടിച്ച് അല്ലെങ്കിൽ തെറ്റുകാരനെ മറ്റൊരുത്തനെ അടിമയാക്കി കൊടുക്കും, അവൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്യണം. ജാതി ഭ്രഷ്ട്, ജാതിയിൽ നിന്നും പുറത്താക്കുക. പുറത്താക്കിയാൽ ഉടൻ അവിടെ നിന്ന് വെക്കോളണം, അല്ലെങ്കിൽ അവർ കൊല്ലും. ജാതിക്ക് അവരുടെ സമൂഹത്തിനകത്ത് നിന്ന് അവരുടെ സമൂഹത്തിനെതിരെ പ്രവർത്തിച്ചാൽ, ഇന്നുമുണ്ട് ഇസ്ലാം മതത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട് ജാതി ഭ്രഷ്ട്. ജമാഅത്തിന് പുറത്താക്കി കളയും, പിന്നെ അവരുമായിട്ടുള്ള ഏതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഈ ജാതി ഭ്രഷ്ട് എന്ന് പറയുമ്പോൾ ഇത് ഹിന്ദു മതത്തിലുള്ളത് മാത്രമല്ല, ഇസ്ലാം മതത്തിലുണ്ട്, ഈ ആധുനിക കാലത്തുണ്ട് ജാതി ഭ്രഷ്ട്. പിന്നെ കനത്ത പിഴ കൊടുക്കുക. കനത്ത പിഴ, അവൻ്റെ എത്ര സമ്പാദ്യമുണ്ടോ അത്രയും പിഴ അങ്ങ് വിധിക്കും. അങ്ങനെ അവനെ പാപ്പരാക്കുക. ഇനി സത്യപരീക്ഷകളുണ്ട്. സത്യപരീക്ഷ ഒന്ന്, അഗ്നിപരീക്ഷ. അത് വളരെ ലഘുവാണ്. അത് ഈ ക്ഷത്രിയന്മാർക്ക് വേണ്ടിയാണ്. തെറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു എണ്ണ, തിളച്ച എണ്ണ ഒരു കുടത്തിൽ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു നാണയം ഇടും. നാണയം ഇട്ടിട്ട് ആ നാണയം എടുക്കാൻ പറയും. നാണയം എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഈ കയ്യെ ഒരു തുണി കൊണ്ട് ചുറ്റി വയ്ക്കും. 3 ദിവസം കഴിയുമ്പോൾ ഇതിനെ അഴിച്ചു നോക്കും. പൊള്ളിയിട്ടില്ലെങ്കിൽ ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല. പൊള്ളിയാൽ വ്രണമായിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു. അപ്പം ചെറിയ പൊള്ളൽ പോലും കെട്ടിവെച്ച് എന്ത് ചെയ്യും? വ്രണമാകും. അവന് വധശിക്ഷ കൊടുക്കും. പിന്നെ വൈശ്യന്മാർക്കാണ് നേരത്തെ പറഞ്ഞ ജലശിക്ഷ കൊടുത്തിരുന്നത്.
ജാതി അനുസരിച്ച് നോക്കുമ്പോൾ. പിന്നെ ശൂദ്രന് വിഷചികിത്സയാണ് കൊടുത്തിരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക എളുപ്പമായിരിക്കും വിഷം കുത്തിവെച്ച് കൊല്ലുക, അതല്ല. ഒരാഹാരം കിട്ടാത്ത വിഷപ്പാമ്പിനെ വലിയൊരു കുടത്തിലിടും. കുടത്തിലിട്ടിട്ട് അതിനകത്തൊരു നാണയം ഇടും. എന്നിട്ട് അവൻ ഈ കൈ കൊണ്ട് ഈ നാണയം എടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ. ഇതാണ് വിഷചികിത്സ. പിന്നെ തൂക്ക് പരീക്ഷയുണ്ട്. അത് ബ്രാഹ്മണന്മാർക്കാണ്. ഒരു ത്രാസിലിരുത്തി ബ്രാഹ്മണനെ തൂക്കും, എത്ര കിലോ ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അവൻ ചെയ്ത തെറ്റെന്താണ് എന്ന് ഒരു ഓലയിൽ എഴുതും. ചെറിയ പണ്ട് ഓലയിൽ എഴുത്താണല്ലോ, ഒരു വരി എന്തൊക്കെയൊക്കെ ഒരു ചെറിയ ഓല എടുത്ത് അതിലെഴുതും. അതവൻ്റെ വയറ്റിൽ ചേർത്ത് വയ്ക്കും. എന്നിട്ട് ഒന്നുകൂടെ തൂക്കും. ആദ്യത്തെ തൂക്കമാണ് വന്നെങ്കിൽ അവന് ശിക്ഷയില്ല. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായല്ലോ. ആദ്യത്തെ തൂക്കം വന്നെങ്കിൽ അവന് ശിക്ഷയില്ല എന്ന് വെച്ചാൽ അവന് ഒരു സ്ഥലത്തും ശിക്ഷ വരുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ അർത്ഥം, ഇതിന് മറ്റൊരു, ഞാൻ നേരത്തെ പറഞ്ഞു രൂപകത്വം പറഞ്ഞു. ചാതുർവർണ്ണ്യത്തിൽ രൂപകത്വമാണ്. അതിൻ്റെ രൂപകത്വം എന്താണെന്ന് പറഞ്ഞു തരാം. ചാതുർവർണ്ണ്യം, വർണ്ണവും ജാതിയും ഒന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ജാതിക്ക് സംസ്കൃതത്തിലുള്ള ആ ജാതിക്ക് നമ്മുടെ ദ്രാവിഡ ഭാഷയിൽ മറ്റൊരു വാക്കില്ല. ഈ ജാതിയുടെ പര്യായപദമല്ല വർണ്ണം. വർണ്ണമെന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ നിറമെന്നാണ് അർത്ഥം. ശ്രീകണ്ഠേശ്വരം ശബ്ദധാരാവലി മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നിഘണ്ടുവാണ്. കോടതി ഒരു അംഗീകരിച്ച ഒരു നിഘണ്ടുവാണ്. ഈ അടുത്ത കാലത്തായിട്ട് ജഡ്ജിമാരെ എന്തോ ശുംഭനെന്നോ എന്നോ ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞപ്പോൾ ശുംഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലിയിൽ നോക്കാനാണ് കോടതി പറഞ്ഞത്. നമ്മളെ മലയാളത്തിലെ ഏത് വാക്കെടുത്ത് നോക്കിയാലും അതിനെല്ലാം വ്യക്തവും സ്പഷ്ടവുമായ അർത്ഥം അതിൽ കൊടുത്തിട്ടുള്ളതാണ്. ആ ശബ്ദധാരാവലിയിൽ പറയുന്ന അർത്ഥം ചാതുർവർണ്ണ്യം, ഒന്നാമത്തെ അർത്ഥം ധർമ്മമനുസരിച്ചുള്ള തൊഴിൽ, ധർമ്മം അനുസരിച്ചുള്ള തൊഴിൽ. രണ്ടാമത്തേത് വർണ്ണ്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാഹ്മണൻ്റെ നിറം കപില നിറം. ബ്രാഹ്മണന് കപില നിറമെന്നാണ് വർണ്ണ്യം. 4 വർണ്ണങ്ങളാണ്. കപില നിറമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപിലം എന്ന് വെച്ചാൽ അറിയാമല്ലോ, കുരങ്ങിൻ്റെ നിറമാണ് ബ്രാഹ്മണന്, അതായത് ചെമ്പ് അല്ലേ, ചെമ്പൻ നിറമെന്നൊക്കെ നമ്മൾ പറയുന്നത്, അതാണ് ബ്രാഹ്മണന് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ക്ഷത്രിയൻ. ക്ഷത്രിയന് അരുണ നിറം, അതായത് ചുവന്ന നിറം ക്ഷത്രിയന്. വൈശ്യന് പീതവർണം, മഞ്ഞ. ശൂദ്രന് ശ്യാമവർണം. ഇതാണ് ചാതുർവർണ്ണ്യത്തിന് ശബ്ദധാരാവലിയിൽ. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വല്ലപ്പോഴെങ്കിലും ഈ ശബ്ദധാരാവലി എടുത്ത് നോക്കണം. ചാതുർവർണ്ണ്യത്തിന് ഇങ്ങനെയാണ് അതിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ജാതീയമല്ല എന്നുള്ള ഒരു അറിവ് അവർക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചാതുർവർണ്ണ്യത്തിൻ്റെ പേരിൽ മൈക്ക് കെട്ടിവെച്ച് വിളിക്കേണ്ടതായിട്ട് വരില്ല. ഇത്രയുമാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു രീതി. അങ്ങ് ഇപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഒരു ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ അന്നത്തെ ജനങ്ങൾ കടന്നു പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഒന്ന് ചിന്തിക്കുകയാണ്, നാരായണ ഗുരുദേവൻ മരുത്വാമലയിൽ തപസ് അനുഷ്ഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം മരുത്വാമലയുടെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുന്ന ഒരു സന്ദർഭം പറയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, ഈശ്വരൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണ്, താഴെ നോക്കുമ്പോൾ ഫുൾ പ്രകൃതിയുടെ ആ സൗന്ദര്യം കാണുകയാണ് അദ്ദേഹം. എന്നാൽ അതിനുശേഷം അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ ആ ഒരു പച്ചപ്പിനിടയിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത്. എന്നാൽ അവരിൽ ആ സൗന്ദര്യം കാണുന്നില്ല.
ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ഇതെല്ലാം പേരിൽ വേർതിരിച്ച് തമ്മിൽ തല്ലുന്ന ആ ഈശ്വരൻ്റെ സൃഷ്ടികളെയാണ് കാണുന്നത്. അവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്, പക്ഷേ അവർ എൻ്റേത് നിൻ്റേത് എന്നുള്ള രീതിയിലാണ് അവിടെ ചിന്തിക്കുന്നത്. നമ്മൾ ഈശ്വരൻ്റേതാണ്, നമ്മളെല്ലാവരും ഒന്നാണെന്നല്ല ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഭയാനകരമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം ദർശിക്കുന്നത്. ശിക്ഷയിലുള്ള ക്രൂരത, ജാതിയിലുള്ള ക്രൂരത, വേർതിരിവ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന മനുഷ്യരെ, ഇതെല്ലാം കാണുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്ത് ഗുരുദേവൻ എന്താണ് ചെയ്തത്? ഈ സന്ദർഭത്തിലാണ് ഗുരുദേവൻ്റെ പ്രസക്തി. ഗുരുദേവൻ പല ക്യാപ്സ്യൂളുകൾ സമൂഹത്തിന് കൊടുത്തു. ആദ്യം കൊടുത്തത് കഷായമാണ്. അദ്ദേഹം ജാതി നിർണയം എന്നൊരു കവിത, അതൊരു ഇത്തിരി കുറച്ച് വരികളുള്ള കവിതകളാണ്. ആ കവിതയുടെ ആദ്യ വാക്കാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അവിടെ ആദ്യം ജാതി. അപ്പം അങ്ങയുടെ ചോദ്യത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഗുരുദേവൻ ജാതിക്കെതിരെ പോരാടിയോ, ഈ വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയോ? വ്യവസ്ഥയ്ക്കെതിരെ പോരാടി, ജാതിക്കെതിരെ പോരാടി. ഒരു ജാതി എന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ജാതി എന്ന് പറയുന്നത് ഈഴവ ജാതിയാണ് എന്ന് പറയുന്ന അനേകം ആൾക്കാരുണ്ട്. ഈ ഈഴവ സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം പ്രയത്നിച്ചു എന്നത് വാസ്തവമാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹം ഒരു ജാതി എന്ന് ഉദ്ദേശിച്ചത് ഈഴവ സമൂഹത്തെയല്ല. അപ്പം അത് അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചു എന്ന് ഞാനിതിൻ്റെ ജാതിയെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം പറഞ്ഞിട്ട് അങ്ങയോട് തിരിച്ച് ഒരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം. 1916 അദ്ദേഹത്തിന് 60 വയസ്സ് തികയുന്നത്, ഷഷ്ടിപൂർത്തി. 1928 അദ്ദേഹം സമാധിയിലേക്ക് പോകുന്നത്. 1918 ശേഷമുള്ള, അതായത് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് ഒരു 2-3 വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഉജ്ജ്വലമാണ്. ഈ 60 വയസ്സ് വരെയും അദ്ദേഹം ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹം പലതും ചെയ്തു. അദ്ദേഹം ജനിച്ച സമൂഹം ഉൾപ്പെടെ ഒരിടവും എത്തുന്നില്ല. അതായത് നമ്മൾ ചിലരൊക്കെ പറയും കടലിൽ കായം കലക്കിയതുപോലെ. കായം എന്ന് പറയുന്നത് നല്ല മണത്തിന് വേണ്ടി ചേർക്കുന്നത്. അത് കടലിൽ കൊണ്ട് കലക്കിയാൽ എന്തെങ്കിലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അവിടെ കിടക്കുന്നത് ഉപ്പുവെള്ളവുമാണ്, സാധാ ജലവുമല്ല, ഉപ്പുവെള്ളവുമാണ്. അപ്പോൾ കായത്തിൻ്റെ ഗുണം മൊത്തം അങ്ങ് നശിച്ചു പോകും. അതേപോലെയാണ് ഇദ്ദേഹം ചെയ്തത്. സമൂഹം അത്രത്തോളം ഉൾക്കൊണ്ടില്ല. കുറേ മാറ്റം വന്നു. മൊത്തം ഉൾക്കൊണ്ടില്ല എന്നല്ല, കുറേ മാറ്റങ്ങളുണ്ടായി. ഈ ഉജ്ജ്വലമായ കാലഘട്ടത്തിൽ ചിലരെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പറയാനുള്ളത് ഈഴവ ജാതിയിലുള്ളവർ മൊത്തം പറഞ്ഞു, ശ്രീനാരായണ ഗുരു ഞങ്ങളെ ആളാണ്, ശ്രീനാരായണ ഗുരു ഈഴവനാണ്, ശ്രീനാരായണ ഗുരു ഈഴവനാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീ മന്നത്ത് ജി എന്താണ് ചെയ്തതെന്ന്. അതിന് സമാനമായ ഒരു കാര്യമാണ് ഗുരുദേവൻ ചെയ്തത്. ഒരു പക്ഷേ ഗുരുദേവനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാകാം മന്നത്ത് ജി 1950 ആ പേര്, പിള്ള എന്ന പേര് മാറ്റുന്നത്. ഇവിടെ ഗുരുദേവൻ ചെയ്തത് ഇങ്ങനെ ഇദ്ദേഹം ഈഴവനാണെന്ന് പറഞ്ഞു നടന്നപ്പോൾ ഗുരുദേവൻ ചെയ്തത് ഒരു വിളംബരം ഇറക്കി. അന്നത്തെ പ്രബുദ്ധ കേരള മാസികയിൽ അദ്ദേഹം ഒരു വിളംബരം കൊടുത്തു. 1991, അതായത് കൊല്ലവർഷം 1991
1 അത് വരുന്നത്. നമ്മൾ ഇതുമായിട്ട് പറഞ്ഞു വരുമ്പോൾ 1916 തന്നെ വരും. 1916, അതായത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി സമയത്ത്, ഷഷ്ടിപൂർത്തിയോട് അനുബന്ധിച്ചാണ് ആ വിളംബരം. ആ വിളംബരം ഇപ്രകാരമാണ്: നാം ജാതിഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്ക് ഇട വന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു എന്ന് നാരായണ ഗുരു. ഇങ്ങനെ ഒരു വിളംബരം അദ്ദേഹം നടത്തുകയുണ്ടായി. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഞാൻ ഇന്ന ജാതിക്കാരനല്ല എന്ന് ആദ്യമായി വിളംബരം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയായിരിക്കും നാരായണ ഗുരുദേവൻ. 1920 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷം വന്നു. ഇപ്പോൾ നാട്ടിൽ ഗുരുദേവൻ അറിയപ്പെടുന്ന ഈശ്വരതുല്യനായ ഒരു വ്യക്തിയാണ്. തിരുനാൾ ആഘോഷം എന്ന് പറയുമ്പോൾ ഈ തിരുനാൾ ആഘോഷം അദ്ദേഹം അല്ല ആഘോഷിക്കുന്നത്, നാടൊട്ടാകെ ആഘോഷിക്കും. ഇപ്പോൾ ചതയ ദിനം ആഘോഷിക്കുന്നതിൻ്റെ 10 ഇരട്ടി വിപുലമായിട്ടാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ചതയ ദിനാഘോഷങ്ങൾ നടത്തിയിരുന്നത്. ആ തിരുനാൾ ആഘോഷത്തിൽ അദ്ദേഹം 2 സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്. ഒരു സന്ദേശം സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ ജാതിക്കാർക്കും കൊടുത്തു. 2 സന്ദേശമാണ് കൊടുത്തത്. ഒരു സന്ദേശം സമൂഹത്തിന് ഒപ്പം അദ്ദേഹത്തിൻ്റെ ജാതിയിലുള്ളവർക്കും. അദ്ദേഹം ആ ജാതിയിലല്ല, അദ്ദേഹത്തിന് ഒരു ജാതിയുമില്ല, ഒരു പ്രത്യേക ജാതി. ആ പ്രത്യേക ജാതി പറയണ്ടേ, ഈഴവ ജാതിക്ക് തന്നെയാണ് ഒരെണ്ണം കൊടുത്തത്. മറ്റൊന്ന് എക്കാലത്തെയും ജീവിതത്തെ, ഏത് കാലഘട്ടത്തിലെയും ജീവിതത്തെ ബാധിക്കുന്നതായിരുന്നു 2. ഇതാണ് ഒന്ന് നിത്യജീവിതത്തെ ബാധിക്കുന്നത്, മറ്റൊന്ന് അനിത്യജീവിതത്തെ ബാധിക്കുന്നതെന്ന് പറയാം. അതായത് ആ 2ാമത്തെ സന്ദേശമാണ് മഹത്തരം. അതിലാദ്യത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കണം. ഗുരുദേവൻ പറയുന്ന ഓരോ കാര്യത്തിലും ഒരു പ്രത്യേകതയുണ്ടായിരിക്കും. മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞില്ല. അതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. എന്നുവെച്ചാൽ കുടിക്കരുതെന്ന് പറഞ്ഞു, അത് ഏറ്റവും അവസാനം. ഒരു ഡോക്ടർ എന്താ പറയുന്നത്, നിങ്ങൾ ഇന്ന് മുതൽ ഇന്ന ഫുഡ് എടുക്കരുത്, കഴിക്കരുത്, കഴിച്ച ആകെ പ്രശ്നമാണ്. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയിലാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം അടിസ്ഥാനത്തിൽ നിന്നുമാണ് പറയുന്നത്. ഇവിടുത്തെ സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. സർക്കാർ ഏതും ആയിക്കോട്ടെ, അവരും കൂടെ ഇത് മനസ്സിലാക്കണം. മദ്യം വിഷമാണ്, ആദ്യം അത് വിഷമായതുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. പിന്നീട് എന്താ, കൊടുക്കാൻ പാടില്ല. അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്. ഉണ്ടാക്കിയാലല്ലേ കൊടുക്കാൻ പറ്റൂ, കൊടുത്താൽ മാത്രമല്ലേ കുടിക്കൂ. 3ാമത്തെ തെറ്റാണ് കുടിക്കുന്നത്. ഉണ്ടാക്കുന്നത് ആദ്യത്തെ തെറ്റ്, കൊടുക്കുന്നത് 2ാമത്തെ തെറ്റ്, 3ാമത്തെ തെറ്റ് ആണ് കുടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏതൊരു സർക്കാരായാലും സർക്കാരിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം വർഷങ്ങൾ കഴിയുമ്പോൾ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യും. എങ്കിൽ അവർക്ക് വേണ്ടിയിരിക്കട്ടെ. കാലത്തിന് അതീതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനം. ഇനി ഇതിൻ്റെ ആശയവ്യാപ്തി കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു വാക്യം കൂടെ ചേർത്തു. അതിതാണ്: ചെത്തുകാരൻ്റെ ദേഹം നാറും, തുണി നാറും, വീടും നാറും, അവൻ തൊട്ടതെല്ലാം നാറും. ഇതാണ്
ചെത്തുകാരൻ ആരാണോ, അപ്പോൾ വിതരണക്കാരനായിരിക്കുമല്ലോ ചെത്ത്, അതുണ്ടാക്കുന്നവനാണല്ലോ ചെത്തുകാരൻ. അന്നത്തെ ചെത്തുകാരനാണ് ഇന്നത്തെ വിതരണക്കാരൻ. അപ്പോൾ അന്നത്തെ ചെത്തുകാരനും ഇന്ന് മദ്യം ഉണ്ടാക്കുന്നത് സർക്കാരാണെങ്കിൽ സർക്കാരാണ് ഇന്നത്തെ ചെത്തുകാരൻ. അപ്പോൾ സർക്കാർ നാറുമെന്നാണ് പറയുന്നത്. മദ്യം ഉണ്ടാക്കുന്നത് ആരാണോ അവർ നാറും, അവർ തൊടുന്നതെല്ലാം നാറും. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, മദ്യവും ചൂതുമാണ് സമൂഹത്തെ ഇല്ലാതാക്കുന്നത്. അതിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സന്ദേശം കൊടുത്തു. അപ്പോൾ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അന്ധത ബാധിക്കും, അതായത് ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കും. ഇത് തന്നെയാണ് ജാത്യാന്ധത. ജാതിയിലൂടെ ഒരു അന്ധതയുണ്ട്, ജാതിയിൽ ഒരു മത്തുണ്ട്. അപ്പം രണ്ടാമത്തെ സന്ദേശമായിരുന്നു ഈ ജാതിയുടെ മത്ത്. അതിനു വേണ്ടിയാണ് മദ്യത്തിന് സമാനമാക്കിക്കൊണ്ട് അതിനാണ് അദ്ദേഹം കൊടുത്തത്. ആ രണ്ടാമത്തെ സന്ദേശമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അവിടെയും ശ്രദ്ധിക്കുക, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അത് ഇങ്ങനെ പറഞ്ഞില്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് മതി എന്ന് പറഞ്ഞില്ല. മനുഷ്യന്. അവിടെ മനുഷ്യനെന്ന് അവസാനം കിടക്കുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മൃഗങ്ങളിൽ ഒരു ജാതി മാത്രമേ ഉള്ളൂ. പട്ടി എന്ന് പറയുന്ന ജാതി, അത് മൊത്തം അതിനകത്ത് പട്ടി മാത്രമാണ് വരുന്നത്, അല്ലേ? സിംഹം എന്ന് പറയുന്ന ഒരു ജാതി, അതിനകത്ത് സിംഹം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ മനുഷ്യനെന്ന് പറയുന്ന ജാതിക്ക് അതിനകത്ത് വേറെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്യം അത് മനുഷ്യന് വേണ്ടി മാത്രമാണ്. ബാക്കി പ്രകൃതിയിൽ എത്ര പക്ഷി മൃഗാദികളുണ്ടോ അവരെല്ലാം ഇത് നേരത്തെ അംഗീകരിച്ചതാണ്, മനുഷ്യൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലയോ മനുഷ്യ, ഇത് ഞാൻ നിനക്ക് നൽകുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നു? ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരി ഓർമ്മയുണ്ടല്ലോ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഇവർ രണ്ടുപേരും എൻ്റെ ദൃഷ്ടിയിലൊന്നാണ്. അപ്പോൾ അങ്ങേക്കൊരു സംശയം ഉണ്ടാകാം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്താ ചെയ്തത്? ഇദ്ദേഹം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആദ്യമായിട്ട് ശിവഗിരിയിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അത് കണ്ടിട്ട് ചിരിക്കുകയാണ് ഉണ്ടായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതെങ്ങനെ മനുഷ്യൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമായി തീരും? ഇതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞില്ല. എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അതിനോടുള്ള പ്രതിപത്തി ആ സമയത്ത് തന്നെ രേഖപ്പെടുത്തി. അതിനോടനുബന്ധിച്ച് ഞാൻ മാവലയുടെ ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ഈ ജാത്യാന്ധത എന്ന് പറയുന്നത്, ജാതിയുടെ അന്ധത എന്ന് പറയുന്നത്, അത് ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിക്ക് മാത്രമല്ല സമൂഹത്തിലെ രാഷ്ട്രീയക്കാർക്കും ഉണ്ടായി. ഇദ്ദേഹം പാർശ്വവൽക്കരണത്തിൻ്റെ ആളാണെന്ന് നേരത്തെ പറഞ്ഞു, ഹരിജനങ്ങളെ പാർശ്വവൽക്കരിച്ചു. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തെ പാർശ്വവൽക്കരിച്ചു. ഞാൻ അപ്പോഴൊരു പത്രത്തിൻ്റെ, ഹിന്ദു പത്രത്തിൻ്റെ പേജ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞു. അത് നമ്മളെങ്ങനെ വായിക്കുമ്പോൾ അവിടെയും അത് ഹിന്ദുക്കളിൽ ഒതുങ്ങി നിൽക്കണം. ഹിന്ദുക്കളിൽ ഒതുങ്ങി നിന്നാൽ മാത്രം പോരാ, വൈക്കം ഭാഗത്തുള്ള ഹിന്ദുക്കളിൽ ഒതുങ്ങി നിന്നാൽ മതി എന്നാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പുറത്ത് ഭരണാധികാരികൾ തോക്കും വെച്ചുകൊണ്ട് നിൽക്കുക, അവൻ എങ്ങനെയൊക്കെ ഇവനെ മർദ്ദിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ ആഹാരം കൊടുത്തവനെ നിയന്ത്രിക്കുക. ഇവിടെ ജോലിക്കൊന്നും പോകുന്നില്ല, സത്യാഗ്രഹത്തിലാണ്, ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ പഞ്ചാബികൾ ആഹാരം കൊടുത്തപ്പോൾ അവിടെയും ജാതി ഭ്രഷ്ട് കണ്ടു. അപ്പോൾ ഈ ജാതി ഭ്രഷ്ട് എന്ന് പറയുന്ന ഈ ജാത്യാന്ധത എന്ന് പറയുന്നത് അത് സമൂഹത്തിലെ രാഷ്ട്രീയക്കാർക്ക്, ആദ്യ രാഷ്ട്രീയക്കാരൻ മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയക്കാർക്ക് ഈ ജാത്യാന്ധത ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സന്ദേശമാണ് ഞാൻ പറഞ്ഞല്ലോ, ശാശ്വതമായ മനുഷ്യത്വത്തിൻ്റെ ഒരു സന്ദേശം. ആ സന്ദേശമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം 1914
അദ്വൈത ആശ്രമത്തിൽ വിശ്രമിക്കുന്ന സമയത്താണ് ജാതി നിർണയം എന്ന് പറയുന്ന കവിത എഴുതുന്നത്. അതിലെ വരികൾ നമുക്ക് ശ്രോതാക്കളെ ഒന്ന് കേൾപ്പിക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനിയൊരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതിയിലോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും, പറയൻ താനുമെന്തുള്ള തന്തരം നരജാതിയിൽ. പറച്ചിയിൽ നിന്നു പണ്ടു പരാശര മഹാമുനി, പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയിൽ. ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ, ചൊല്ലേറും വ്യക്തിഭാഗത്തിൽ അല്ലേ ഭേദമിരുന്നിടൂ. ഇപ്പോൾ ശ്രോതാക്കൾ കേട്ട വരികൾ അതിലെ മലയാള ഭാഷയിലുള്ളത് മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകമുണ്ട്, അത് സംസ്കൃതത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം സംസ്കൃതത്തിൽ പറയാനൊരു കാരണം കൂടെ ഉണ്ടാവും. അന്നത്തെ മേൽജാതിക്കാർ, പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നതാണ്, അതായത് ബ്രാഹ്മണ സമൂഹം എന്ന് പറയാൻ ഞാൻ അതും ഇപ്പോൾ പിൻവലിക്കുകയാണ്. ഈ ബ്രാഹ്മണ സമൂഹത്തിലുള്ള പുരുഷന്മാർ, അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഈ ബ്രാഹ്മണ സമൂഹത്തിലുള്ള പുരുഷന്മാർ, അതായത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർ സംസ്കൃതം മാത്രമേ വായിക്കൂ, മലയാളമൊന്നും വായിക്കില്ല, മലയാള പുച്ഛ ഭാഷയാണ്. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാക്കാൻ കണക്കാക്കിയായിരിക്കും അദ്ദേഹം ഇങ്ങനെ അത് സംസ്കൃതത്തിൽ എഴുതാൻ കാരണം. ആ ശ്ലോകം ഇപ്രകാരമാണ്: മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവാം യഥാ ന ബ്രാഹ്മണാദി രസ്യവ്യം ഹാ തത്വം വേത്തി കോപിന. അതായത് മനുഷ്യാനാം മനുഷ്യത്വം, മനുഷ്യന് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ. ഏതുപോലെ? ജാതിർ ഗോത്വം ഗവാമ്യത, എപ്രകാരമാണോ ഇവിടുത്തെ ഗോത്വം, ഗവ എന്ന് വെച്ചാൽ പശുക്കൾ, പശുക്കൾക്ക് ഗോത്വം എന്നൊരു ജാതി ഉള്ളതുപോലെ, പശുക്കൾക്ക് ഗോത്വം എന്നൊരു ജാതി ഉള്ളതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വം എന്നൊരു ജാതി മാത്രമേ ഉള്ളൂ. അതിവിടുത്തെ ബ്രാഹ്മണരൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ തത്വം എത്ര നേരം കൊണ്ട് പറയുന്നു, ഇത് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഇതിൻ്റെ ഒരു പൊതുവിലുള്ള ഒരർത്ഥം. ഇതുകൂടാതെ 1916 ഈ 14 ഞാൻ ജാതി നിർണയം പറഞ്ഞത്, 16 തിരുവനന്തപുരം മുട്ടത്തറ വെച്ച് പുലയ സമാജത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം അദ്ദേഹത്തിൻ്റെ അതേ വാക്കുകളിൽ അവതരിപ്പിക്കുകയാണ്. കാരണം അതിലെ പല വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതേ ശബ്ദത്തിലല്ല, അതേ ഭാഷയിൽ തന്നെ കുറേ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളുമുണ്ട്. പക്ഷെ ഒരിക്കലും അത് ഉപദേശമാണെന്ന് തോന്നില്ല, ഒരിക്കലും അത് നിർദ്ദേശമാണെന്നും തോന്നില്ല. അത് നമുക്കൊന്ന് നോക്കാം. മനുഷ്യരൊക്കെ ഒരു ജാതിയാണ്. അവരുടെ ഇടയിൽ സ്ഥിതിഭേദമല്ലാതെ ജാതിഭേദമില്ല, ഉണ്ടാകാൻ നിവൃത്തിയുമില്ല. ചിലർക്ക് പണവും പഠിപ്പും ശുചിയും മറ്റും കൂടുതലായിരിക്കും, മറ്റു ചിലർക്ക് അതൊക്കെ കുറവായിരിക്കും. ചിലരുടെ നിറമായിരിക്കില്ല മറ്റു ചിലരുടെ നിറം. ഈ മാതിരിയുള്ള വ്യത്യാസങ്ങളല്ലാതെ മനുഷ്യർക്ക് ജാതി വ്യത്യാസമില്ല. പുലയർക്ക് ഇപ്പോൾ ധനവും
വിദ്യയുമില്ലാത്ത കുറവ് വളരെയുണ്ട്. അത് രണ്ടും ഉണ്ടാവുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസം പ്രധാനമായി വേണം. അതുണ്ടായാൽ ധനവും ശുചിയുമെല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് പണമില്ലെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ പണമാണല്ലോ. ദിവസേന വേല ചെയ്ത് പണമുണ്ടാക്കാതെ നിങ്ങളിൽ ആരുമില്ല. ഇപ്പോൾ അത് മദ്യപാനം ചെയ്തും മറ്റും വെറുതെ പോകുന്നു. അതിൽ ഓരോ അണവീതമെങ്കിലും മാസം തോറും നിങ്ങളൊക്കെ ഒരു പൊതു ഭണ്ഡാരത്തിൽ ഇട്ടുകിട്ടിയാൽ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാം. മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയൊക്കെ സ്വയം സാധിക്കാം. മാസം തോറും എല്ലാവരും ഒരു പൊതു സ്ഥലത്ത് സഭ കൂടി വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം. മദ്യപാനം കഴിയുന്നതും നിർത്തണം. ഇനി കുട്ടികൾ കള്ളു കുടിക്കുവാൻ അനുവദിക്കരുത്. പ്രായം ചെന്നവരും കഴിയുന്നതും മാറ്റണം. സഭ കൂടി പറയേണ്ടത് മദ്യപാനം മുതലായതുകളെ നിർത്താനാണ്. മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കാതിരിക്കുകയില്ല. ഇനിയും കൂടെ കൂടെ നിങ്ങളെ കാണുന്നതിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ജാതിയുടെ ആ ജാതി എന്തുകൊണ്ട് അധപ്പതനത്തിലേക്ക് പോയി എന്നതിൻ്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഒന്ന് മദ്യപാനം, രണ്ട് ഉണ്ടാക്കുന്ന കാശിന് അവർ മദ്യപാനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. പകരം കുട്ടികളെ കുടിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ വലിയവർ കുട്ടികൾക്ക് മദ്യം കൊടുക്കുകയാണ്. എനിക്ക് അനുഭവമുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ കടലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, മീൻപിടുത്തത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കൽ കടലിൽ നിന്നും ഒരു 15 വയസ്സുകാരൻ, ഞാൻ ആ ഭാഗം പറയുന്നില്ല, അതെവിടെയാണെന്ന് പറയുന്നില്ല, ഒരു പ്രദേശത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഇതിൽ മീൻ പിടിക്കാൻ മുസ്ലിങ്ങൾ പോകുന്നുണ്ട്, ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട്, ഹിന്ദുക്കൾ പോകുന്നുണ്ട്, അങ്ങനെ അനേകം ജാതിക്കാർ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഒരു 15 വയസ്സുകാരൻ വന്നപ്പോൾ, വള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഫിറ്റാണ്. ആ കുട്ടി ഫിറ്റാണ്. ഞാൻ പിന്നീട് ആ കുട്ടിയെ എനിക്ക് പരിചയമുണ്ട്. ആ കുട്ടിയെ എനിക്ക് നല്ല പരിചയമുണ്ട്. ആ കുട്ടിയെ കാണാൻ വേണ്ടിയാണ് പോയത്. ആ കുട്ടിയോട് ഞാൻ പിന്നീട് ചോദിച്ചു, നിന്നെ അപ്പോൾ കണ്ടപ്പോൾ ഫിറ്റായിരുന്നല്ലോ. അപ്പോൾ കുട്ടി എന്നോട്, അത് അച്ഛൻ തന്നതാണ്. ഞങ്ങൾ ആദ്യമേ കടലിൽ കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ കൊണ്ടുപോകുന്നത് കടൽ ചുരുക്കൊണ്ട്, അതറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മദ്യം തന്നാണ് കൊണ്ടുപോകുന്നത്. തിരിച്ചു വരുമ്പോഴും തരും. ഇത് ഈ ആധുനിക കാലത്താണ്. അപ്പോൾ എങ്ങനെയാണ് പല വീടുകളിലും മദ്യത്തിന് കുട്ടികൾ അടിമയാകുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത് അന്നും ഉണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ ഗുരുദേവൻ പ്രത്യേക ശ്രദ്ധ വെച്ചിരുന്നു. ഇവിടെ വേറൊരു വാക്യം കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മദ്യം കുടിക്കുന്നത് കഴിവതും ഒഴിവാക്കണം, കുടിക്കരുതെന്ന് പറയുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അങ്ങേക്കൊന്ന് വ്യക്തമാക്കാമോ? ഒന്നുകൂടെ വ്യക്തമാക്കാമോ ഏത് തരത്തിലാണെന്ന്? മനുഷ്യജാതി എന്ന് തന്നെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യജാതി തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും അത് ഈഴവ ജാതിയെ ഉദ്ദേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണ്. മനുഷ്യജാതിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനാണ് നമ്മൾ ആ ഒരു ശ്ലോകം കൂടെ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ സമയം 1-1:45 മണിക്കൂറായിരിക്കും. ഗുരുദേവൻ നമുക്ക് വേണ്ടി 2 സന്ദേശങ്ങൾ നിത്യജീവിതത്തിലേക്കും അനിത്യജീവിതത്തിലേക്കും നൽകുകയുണ്ടായി. അതിൽ അനിത്യജീവിതത്തിലേക്ക് നൽകിയ ചിന്തയാണ് ജാതീയപരമായിട്ടുള്ളത്. അന്നത്തെ ആ കഠോര വ്യവസ്ഥയും ഇന്നത്തെ അതിൻ്റെ കുറച്ചുകൂടെ കഠോരത കുറഞ്ഞ വ്യവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ ജാതി വ്യവസ്ഥ ഇന്നൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ
സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ജാതിയുടെ കഠിനത കുറഞ്ഞു. എന്നാൽ അവിടെ നിങ്ങൾ രാഷ്ട്രീയം നോക്കൂ. രാഷ്ട്രീയമായിട്ട് മനുഷ്യവർഗത്തെ തിരിച്ചു വച്ചിരിക്കുന്നു. വിവിധ രാഷ്ട്രീയക്കാരൻ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അയാൾ ഇന്ന രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന ആ കഠോരത നമ്മളിൽ ഭരണകർത്താക്കൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. പിന്നെ വിവിധ ചുങ്കം, നികുതി, കരം എന്നിവയെക്കുറിച്ച് പറഞ്ഞു. ഇന്നും നമ്മൾ സർക്കാരിന് കരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കരങ്ങളെല്ലാം പോയിട്ട് ഭരണാധികാരികൾ അല്ലാത്തവർ, അന്ന് ഭരണാധികാരികൾ മാത്രമേ കരം വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് ഭരണാധികാരികളല്ലാത്തവർ നമ്മളതിനെ കരം വാങ്ങുകയാണ്. അതിനെ നോക്കുകൂലിയെന്നും കൈക്കൂലിയെന്നും വിവിധ പേരുകൾ നമ്മൾ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അന്നും ഇന്നും നമ്മുടെ ജീവിതം ഇത് തന്നെയാണ്. ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ് വഴി കിടക്കുമ്പോൾ അത് നമുക്ക് പാമ്പാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പാമ്പിൻ്റെ രൂപം അതിൽ ആരോപിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് ജാതീയമായ ചിന്താഗതി. ആ കയറ് കഷ്ണത്തിൽ നമ്മൾ പാമ്പിനെ ആരോപിച്ചതുപോലെ നമ്മുടെ മനുഷ്യത്വത്തിലേക്ക് ഭരണാധികാരികൾ രാഷ്ട്രീയം ആരോപിച്ച് നമ്മളെ വിഘടിപ്പിച്ച് ആ മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്ത് അകറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ആ ബ്രാഹ്മണാധിപത്യവും ഇന്നത്തെ രാഷ്ട്രീയാധിപത്യവും തമ്മിൽ ഒരു ഭേദവും നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ഗുരുദേവൻ ആദ്യം നമുക്ക് നൽകിയ സന്ദേശം, നിത്യജീവിതത്തിലേക്കുള്ള സന്ദേശം, മദ്യം അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഉണ്ടാക്കുന്നവൻ നാറും, അവൻ്റെ വീട് നാറും, അവൻ്റെ ദേഹം നാറും, അവൻ്റെ സമൂഹം നാറും. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ, ആധുനിക സമൂഹത്തിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മദ്യം തന്നെയാണ്, ചൂത് തന്നെയാണ്. മദ്യത്തിൻ്റെ പുതിയ രൂപം, ചൂതിൻ്റെ പുതിയ രൂപം. അന്നത്തെ അതേ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു. അന്ന് വ്യക്തികൾ മദ്യം നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഭരണാധികാരികൾ മദ്യം നിർമ്മിക്കുന്നു, അവർ അത് വിതരണം ചെയ്യുന്നു. അന്ന് ചൂത് നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് അത് ലോട്ടറിയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അന്ന് ചൂതാട്ടം, ഇന്ന് ലോട്ടറി ആട്ടം, രണ്ടും ഒന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തെ മദ്യമാകുന്ന മഹാ ദുരന്തത്തിൽ നിന്നും, ലോട്ടറിയാകുന്ന ഭയാനകമായ ദുരന്തത്തിൽ നിന്നും മാറ്റി ഗുരുദേവൻ എന്ന ആ അദ്വൈതവാദി, ആ മഹാത്മാവ് പറഞ്ഞ വഴിയെ നമുക്ക് പോകാം. ആ വഴി നമുക്ക് പ്രശസ്തമാക്കാം, അതിൻ്റെ മാർഗം സുഗമമാക്കാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.